സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കി ബി.ജെ.പി. നേതാവിനെ രാജ്ഭവനിൽ നിയമിച്ചത് പോരാഞ്ഞ് അത് സംസ്ഥാനത്തെ കീഴ്വഴക്കമല്ലെന്ന് ചൂണ്ടിക്കാട്ടിയ സർക്കാർ നിലപാട് അറിയിച്ച ഉദ്യോഗസ്ഥന് സ്ഥാനചലനമുണ്ടായത് തന്റെ ഇടപെടൽ മൂലമാണ് എന്ന് തുറന്നു പറയുന്നു കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ. അവിടെ കൊണ്ടും നിർത്തുന്നില്ല. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുടെ എണ്ണത്തെക്കുറിച്ചും അവരുടെ പെൻഷനെക്കുറിച്ചും സംസാരിക്കുക മാത്രമല്ല, അതേക്കുറിച്ച് എ.ജിയോട് ആശയവിനിമയം നടത്തിയെന്ന് കൂടി തുറന്നു പറയുന്നു ഗവർണർ. കൊത്തി മുറത്തിൽ കയറി കൊത്തുകയാണ്. സ്വാഗതം സ്പെഷ്യൽ എഡിഷനിലേക്ക്. നമ്മളോടൊപ്പം അതിഥികളായി CPM വക്താവ് S.K. സജീഷ്, കോൺഗ്രസ് നേതാവ് ഡോക്ടർ P. സരീൻ, മാധ്യമപ്രവർത്തകൻ ആനന്ദ് കൊച്ചുകൂടി എന്നിവർ. ആദ്യം സരീനിലേക്ക്. സരീൻ, ഇന്ന് വളരെ രൂക്ഷമായ ഭാഷയിലാണ് കോൺഗ്രസ് നേതാക്കൾ, KPC അധ്യക്ഷനും പ്രതിപക്ഷ നേതാവും ഗവർണർക്കെതിരെ പ്രതികരിച്ചത്. ഗവർണർ ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹിയാണ് എന്ന് പക്ഷേ ഒരു ഗവർണറെ അഭിസംബോധന ചെയ്യാൻ പാടില്ലാത്ത ഒരു ഭാഷയിൽ പ്രതിപക്ഷ നേതാവ് വിമർശിക്കുന്നു. എന്നാൽ ഗവർണർ അങ്ങനെയല്ല. ഗവർണർ കുറെ കൂടി കടന്നാക്രമിച്ചുകൊണ്ട് ഒരു ഗവർണറുടെ നിലവാരം വിട്ട് താഴേക്ക് ഇറങ്ങി കളിക്കുകയും ചെയ്യുന്നു. സർക്കാർ പക്ഷേ സംയമനത്തോടെ ഗവർണറെ കടന്നാക്രമിക്കാതെ വളരെ മിതമായ ഭാഷയിൽ, ഇപ്പോൾ മുൻമന്ത്രി A.K. ബാലൻ്റെ പ്രതികരണമാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുള്ളത്. അദ്ദേഹം വളരെ സൗമ്യമായാണ് അതിനോട് പ്രതികരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവർണറും സർക്കാരും പ്രതിപക്ഷവും ചേർന്ന് ഒരു വലിയ സംഘർഷത്തിലേക്ക് നീങ്ങുകയാണോ ഈ സിറ്റുവേഷൻ? അജിംസ്, സാധാരണഗതിയിൽ സംസ്ഥാനങ്ങളിലെ ഗവർണർ നിയമനത്തിൽ സംസ്ഥാനത്ത് നിലവിലുള്ള സർക്കാരിൻ്റെ അതേ രാഷ്ട്രീയ പ്രസ്ഥാനമോ അവരും കൂടി ഭാഗമായിട്ടുള്ള മുന്നണിയോ ആണ് കേന്ദ്രം ഭരിക്കുന്നത് എങ്കിൽ എല്ലാ ഗവർണർ നിയമനങ്ങളും പൊളിറ്റിക്കൽ അപ്പോയിൻമെൻറ്റുകളാണ് എന്നിരിക്കെ ഒരു പക്ഷേ തങ്ങളുടെ ഇംഗിതങ്ങൾക്കനുസരിച്ചുള്ള ഒരു ഗവർണറെയോ മറ്റൊക്കെ നിയമിച്ചു കിട്ടുമായിരുന്നു. ഇവിടെ CPM-ന് അടിച്ച ലോട്ടറി എന്ന് പറയുന്നത്, CPM കേരളത്തിൽ ഭരിക്കുന്നു. CPM-ൻ്റെ കാര്യങ്ങൾ നടത്തിക്കൊടുക്കാനും ഒരുപക്ഷെ പഴിചാരി രക്ഷപ്പെടേണ്ട ഇടങ്ങളിലെല്ലാം ഗവർണറുടെ മുകളിൽ പഴിചാരി രക്ഷപ്പെടാനും അവസരം കിട്ടുന്ന രീതിയിൽ ഒരു ഗവർണറെ CPM-ന് വേണ്ടി BJP നിയമിച്ചു കൊടുത്തു എന്നുള്ളിടത്താണ് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. കേരള ജനതയെ കഴിഞ്ഞ 2 വർഷക്കാലത്തിലേറെയായി CPM-ഉം CPM-നെ ചലിപ്പിച്ചുകൊണ്ടിരിക്കുന്ന BJP-യും ഈ ഗവർണർ നിയമനത്തിലൂടെ തങ്ങളുടെ ആവശ്യങ്ങൾ, ഭരണഘടനാപരമായി നിലനിൽക്കുന്ന ആവശ്യങ്ങൾക്കും അപ്പുറമുള്ളത് നേടിയെടുക്കുന്നതിന് വേണ്ടി ഗവർണർ സ്ഥാനത്തെ തെരുവിലിട്ട് അലക്കുകയാണ് എന്നുള്ളത് തന്നെയാണ് ഇന്നത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവിൻ്റെ വിമർശനങ്ങളിൽ നിന്ന് വായിച്ചെടുക്കേണ്ടത്. കാരണം ഇന്നലെ പ്രതിപക്ഷ നേതാവ് നയപ്രഖ്യാപന പ്രസംഗത്തിലുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പ് പ്രകടിപ്പിക്കുന്നതിന് വേണ്ടി തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റപ്പോൾ ഒരു ഗവർണറുടെ അന്തസ്സിന് നിരക്കാത്ത രീതിയിൽ അദ്ദേഹത്തെ ശകാരിച്ചിരുത്താൻ നോക്കിയ ഗവർണർ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾ, പ്രത്യേകിച്ച് പ്രതിപക്ഷത്തു നിന്നുള്ള ജനപ്രതിനിധികൾക്ക് ഒരു സർക്കാരിൻ്റെ ഓരോ വർഷത്തിലെയും തുടക്കത്തിലെ സമ്മേളനത്തിലെ ആദ്യ ദിവസം ഗവർണർ നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തിലെ കാര്യങ്ങൾ തുറന്നെതിർക്കുന്നതിനുള്ള അവസരം, നയപ്രഖ്യാപന പ്രസംഗം നടത്തുന്നതിന് മുന്നേ ഗവർണർ കാണിച്ച ബാലിശമായ നടപടികളിൽ കൃത്യമായ പ്രതിപക്ഷത്തിന്റെ വിയോജിപ്പ്, ഇത് രണ്ടും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി അദ്ദേഹം ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേൽക്കുമ്പോൾ അദ്ദേഹത്തെ ശകാരിച്ചിരുത്താൻ ശ്രമിച്ചു എന്നുള്ളിടത്ത് നിന്ന് തന്നെ ഒരു ഗവർണർക്ക് തൻ്റേതായ സ്ഥാനവും തൻ്റേതായ ഭരണഘടന ചുമതലയും നിർവഹിക്കുന്നതിനപ്പുറം കേരളത്തിലെ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനെ കേരളത്തിലെ സർക്കാർ സ്ഥലം മാറ്റുന്നതിനോ അദ്ദേഹത്തിൻ്റെ ചുമതലയിൽ മാറ്റം വരുത്തുന്നതിനോ സാധിക്കും എന്നുള്ള സ്ഥിതിയിൽ നിന്ന് മാറി ഒരു ഗവർണർ അദ്ദേഹത്തിൻ്റെതായ ചുമതലകൾ മറന്ന് സർക്കാരിനെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് തന്നെ ഉയർന്ന റാങ്കിലുള്ള, പ്രിൻസിപ്പൽ സെക്രട്ടറി റാങ്കിലുള്ള, അതും പൊതുഭരണത്തിലെ ജനറൽ അഡ്മിനിസ്ട്രേഷൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്ന GAD വകുപ്പിനെ ചലിപ്പിക്കുന്ന പ്രിൻസിപ്പൽ സെക്രട്ടറി ശ്രീ ജ്യോതിലാൽ IAS-നെയൊക്കെ 24 മണിക്കൂറിനുള്ളിൽ സ്ഥലം മാറ്റിക്കാൻ ഗവർണറെ കൊണ്ട് സാധിക്കും എന്നുള്ള തരത്തിലേക്ക് കേരള സർക്കാരിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഒരു RSS നോമിനിയായ ഗവർണർ കയ്യേറിയിരിക്കുന്നു എന്നുള്ളത് മറനീക്കി പുറത്തു വന്ന ഈ സാഹചര്യത്തിൽ രണ്ട് കാര്യങ്ങൾ ഒരു ക്ലാരിറ്റി വേണം. ഒന്ന്, ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗത്തിനിടയിൽ ഗവർണർക്കെതിരെ
ശബ്ദമുയർത്തിയ പ്രതിപക്ഷ നേതാവിനോട് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ചർച്ച ചെയ്യാമല്ലോ എന്ന് ചോദിക്കുക മാത്രമാണ് അദ്ദേഹം ചെയ്തത്. അങ്ങനെ ശകാരം സ്വരം അതിനുണ്ടായിരുന്നോ? ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഗവർണർ ഇടപെട്ടിട്ടാണ് അദ്ദേഹത്തെ മാറ്റിയത്, അതായത് കെ ആർ ജ്യോതിലാലിനെ മാറ്റിയതെന്ന് പറയുമ്പോൾ ഇന്ന് മുൻമന്ത്രി ബാലൻ പറയുന്നത് ഒരു ഭരണഘടനാ പ്രതിസന്ധി, ഒരു ഭരണഘടനാ ലംഘനം ഉണ്ടാവുന്നത് തടയാൻ വേണ്ട മാതൃകാപരമായ ഇടപെടലാണ് സംസ്ഥാന സർക്കാർ നടത്തിയതെന്നാണ്. അതായത് ഒരു ഏറ്റുമുട്ടലിൻ്റെ സിറ്റുവേഷൻ ഒഴിവാക്കുകയാണ് സർക്കാർ ചെയ്തതെന്നാണ് ബാലൻ പറയുന്നതിൽ മനസ്സിലാവുന്നത്. അജിംസിന്റെ രണ്ട് ചോദ്യങ്ങൾക്കും ഉത്തരം തരാം. അജിംസ്, നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കുക എന്ന് പറഞ്ഞാൽ അതിനോട് പിന്നീട് അതിനെ പറ്റിയിട്ടുള്ള ചർച്ച നടക്കുമ്പോൾ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾക്ക് വിയോജിക്കാനും യോജിക്കാനുമുള്ള അവസരങ്ങളും സമയക്രമവും എല്ലാം സ്പീക്കർ നിശ്ചയിച്ചു കൊടുക്കും. പക്ഷേ ഈ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണർ വഴിവിട്ട് സ്വീകരിച്ച ചില കാര്യങ്ങൾ താൻ ഒപ്പുവെക്കണമെന്നുണ്ടെങ്കിൽ ഈ നാട്ടിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തിരിക്കുന്ന സർക്കാരിൻ്റെ നയപ്രഖ്യാപനം വായിക്കണമെന്നുണ്ടെങ്കിൽ ഇന്ന നിബന്ധനകൾ ഉണ്ട് എന്ന് പറഞ്ഞ് ഒരു ഗവർണർ വിലപേശി നടത്തുന്ന നയപ്രഖ്യാപന പ്രസംഗത്തെ തുറന്ന് എതിർക്കാനുള്ള അവകാശം ഗവർണർ അതവിടെ വായിക്കുന്നു എന്ന് പറയുന്ന ആ പ്രൊസീജിയറിനെ ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു, അതിലെ ഉള്ളടക്കത്തിനെയല്ല, ഗവർണർ ഏത് നടപടികളിലൂടെയാണോ അതിൽ ഒപ്പുവെക്കാൻ അവസാനം സമ്മതം മൂളിയത്, ഏതൊക്കെ തരത്തിലുള്ള പിടിവാശികൾക്കാണോ സർക്കാർ വഴങ്ങിക്കൊടുത്തത്, ഇത് രണ്ടും കണക്കിലെടുത്ത് ഇവിടെ തെരുവിൽ ഭരണഘടനാ ചുമതല നിർവഹിക്കേണ്ട രണ്ട് തലങ്ങളിൽപ്പെട്ടവർ നടത്തുന്ന വഴിവിട്ട ആരോപണ പ്രത്യാരോപണങ്ങൾ എന്നുള്ളതിനും അപ്പുറം ജനതയെ നോക്കുകുത്തികളാക്കി നടത്തുന്ന പ്രഹസനത്തിനെ തുറന്നെതിർക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ആ നടപടിയെ തടസ്സപ്പെടുത്തും വിധം പ്രതിപക്ഷ നേതാവ് എഴുന്നേറ്റ് നിന്നത്. രണ്ടാമത്തെ ചോദ്യത്തിനുള്ള ഉത്തരം, ഭരണഘടനാപരമായ പ്രതിസന്ധി എന്ന് എ കെ ബാലൻ മുൻ മിനിസ്റ്റർ പറഞ്ഞതിന്റെ അർത്ഥം എനിക്ക് എന്റേതായിട്ടുള്ള അറിവിൽ വായിച്ചു നോക്കിയിട്ട് എവിടെ നിന്നും കിട്ടുന്നില്ല. ഗവർണർ ഒപ്പിടുക എന്നുള്ളത് ഗവർണറുടെ ചുമതലയാണ്. കാരണം സർക്കാർ മുന്നോട്ട് വെക്കുന്ന നയപ്രഖ്യാപനത്തിൽ ഗവർണർ ഒപ്പിടില്ല എന്നുള്ളതിന് നിയമസാധുത തന്നെ ഇല്ല എന്നുള്ളതാണ് വശം. അദ്ദേഹത്തിന്റെ ഒപ്പുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല, ക്യാബിനറ്റ് അത് പാസ്സാക്കി കഴിഞ്ഞാൽ അത് നയപ്രഖ്യാപനമായി മാറും എന്നുള്ളതാണ്. ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് തന്നെയുണ്ട്. 50 വർഷങ്ങൾക്ക് മുന്നേ പശ്ചിമ ബംഗാളിൽ ഇത്തരം ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ഗവർണർ അത് വായിക്കേണ്ടതാണ് എന്ന് തന്നെ അന്ന് സുപ്രീം കോടതി ഉത്തരവിട്ടിരുന്നു. ഗവർണറുടെ ഒപ്പ് എന്ന് പറഞ്ഞത് ഒരു പ്രൊസീജറൽ ഫോർമാലിറ്റി മാത്രമാണ്. അപ്പൊ ഗവർണറുടെ ഒപ്പിന്റെ പുറത്ത് ഗവർണർക്ക് നേടിയെടുക്കേണ്ട സാധനങ്ങളെ വിട്ടുകൊടുക്കുന്നതിന് വേണ്ടി ഒരു രാഷ്ട്രീയ നാടകം കളിക്കുക എന്നുള്ളത് തന്നെയാണ്. കാരണം ഹരി കർത്തേനെ നിയമിച്ചത് ഗവർണർക്ക് വേണ്ടിയാണ് എന്നുള്ളത് തങ്ങളുടെ മേൽ ആ പഴി വരരുത്. ഒരു RSSകാരനെ ഗവർണറുടെ ഓഫീസിൽ പൊളിറ്റിക്കൽ അപ്പോയിന്റ്മെന്റ് പോലെ നിയമിച്ചു എന്നുള്ളത് ഒരിക്കലും തങ്ങളുടെ മേലിലേക്ക് തട്ടരുത് എന്നുള്ളതിന്റെ ഈ കേരള ജനതയെ വിഡ്ഢിയാക്കുന്നതിന്റെ രീതിയിലേക്കൊക്കെ വരുത്തി തീർക്കാൻ CPM കളിക്കുന്ന നാടകത്തിനെ തുറന്നെതിർക്കുക തന്നെയാണ് പ്രതിപക്ഷം ചെയ്യുന്നത്. കാരണം പേഴ്സണൽ സെക്രട്ടറിമാരായി നിയമിക്കുന്ന ആളുകളെ കുറിച്ചുള്ള ലിസ്റ്റ് ഗവർണറിലെ തയ്യാറാക്കുന്നത് ഗവർണറുടെ ശുപാർശ പ്രകാരം സർക്കാർ നിയമിക്കുന്നു എന്നല്ലേ ഉള്ളൂ. ഈ ലിസ്റ്റ് തയ്യാറാക്കുന്നതിന്റെ പ്രൊസീജിയറൽ ആയിട്ടുള്ള വശം ഗവർണറുടെ പേഴ്സണൽ സ്റ്റാഫിൽ നിയമിക്കുന്നവരെ ഏതൊക്കെ തരത്തിലുള്ളതായിരിക്കും എന്നുള്ളതിന് അവർക്ക് പൊളിറ്റിക്കൽ അഫിലിയേഷൻ പാടില്ല എന്നുള്ള ഒരു കൺവെൻഷൻ മാത്രമല്ല, അത് വെറും ഒരു നടപടിക്രമം മാത്രമല്ല, അങ്ങനത്തെ ആളുകളെ വിയോജനക്കുറിപ്പ് എഴുതി തിരിച്ചയക്കാനുള്ള സാഹചര്യമുണ്ട്. അത് തന്നെയാണ് നമ്മുടെ അതിന് മറുപടി ഗവർണർ പറയുന്നത് സരിന്റെ ശ്രദ്ധയിൽപ്പെട്ട് കാണും. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിൽ പിന്നെ ആരാണുള്ളത്? ഹരിയസ് കർത്ത തന്റെ പേഴ്സണൽ സ്റ്റാഫിൽ വരുന്നതിന് മുമ്പ് അദ്ദേഹം BJP സംസ്ഥാന കമ്മിറ്റി അംഗം എന്ന ഭാരവാഹിത്വം രാജിവെച്ചിട്ടാണ് വന്നത്. പക്ഷേ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങൾ അവർ സജീവ രാഷ്ട്രീയ പ്രവർത്തകരാണ് എന്ന മറുവാദം കൂടി ഉന്നയിക്കുന്നു അദ്ദേഹം. ഇവിടെയാണ് അജിംസ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്. ഗവർണറുടെ ചുമതല എന്താണ്, ഒരു സർക്കാരിന്റെ ചുമതല എന്താണ് എന്നുള്ളത്. മന്ത്രിമാർ എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളിൽ നിന്നും ഭൂരിപക്ഷത്തിൻ്റെതായ രീതിയിൽ വരുന്ന മന്ത്രിസഭയിലെ അംഗങ്ങളാണ്. അവരുടെ ഭരണനിർവഹണത്തിന് വേണ്ടി കഴിവും നൈപുണ്യവുമുള്ള ആളുകളെ തന്നെയാണ് സർക്കാരിന്റെ ഡെപ്യൂട്ടേഷനിൽ നിന്നും മറ്റുമായി തന്നെ തസ്തികകളിൽ നിയമിച്ചിരുന്നത്. അതൊരു പരിധിവരെ പാലിക്കപ്പെടാതെ പോകുന്ന പല നിയമനങ്ങളുമായി മാറുന്നുണ്ട് എന്നുള്ള യാഥാർത്ഥ്യത്തെ തള്ളിക്കളയുന്നില്ല. അപ്പോഴും പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിന്റെ മേൽ എപ്പോഴും ജനങ്ങൾക്കുള്ള സമ്മതിദാന അവകാശം വിനിയോഗിക്കുന്ന പൊതുജനത്തിനുള്ള അവകാശമാണ്. അതിന് തക്കതായ ശിക്ഷ നൽകാൻ, അതിലുള്ള ഓരോ നിയമനത്തിനുമുള്ള ശിക്ഷ നൽകാൻ, അതിൽ നടക്കുന്ന വഴിവിട്ട കാര്യങ്ങളിലേക്ക് ജനങ്ങളുടെ പ്രതികരണം ചൂടോടെ അറിയാൻ ആ സർക്കാർ നിർബന്ധിതരാകും. പക്ഷേ ഒരു ഗവർണർ എന്ന് പറയുന്ന
പദവിയിലിരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ഓഫീസിലേക്ക് നിയമിക്കപ്പെടേണ്ട ആളുകളുടെ റോൾ എന്താണ്? അവിടെ രാഷ്ട്രീയമായിട്ടുള്ള എന്ത് തരം നിലപാടുകൾക്കാണ് പ്രസക്തിയുള്ളത്? ഏതു തരം പോളിസിയാണ്, ഏതു തരം നയത്തിനു വേണ്ടിയാണ് ഒരു ഗവർണർ ഓഫീസ് നിലകൊള്ളുന്നത്? അദ്ദേഹം ആ സംസ്ഥാന സർക്കാരിന്റെ നയപരമായ കാര്യങ്ങളോട് ഐക്യപ്പെടുന്നതിനും അതിൻ്റെതായിട്ടുള്ള കാര്യങ്ങളിൽ വിയോജനം കുറിപ്പ് എഴുതേണ്ടിടത്ത് എഴുതുന്നതിനും ഒക്കെയുള്ള അദ്ദേഹത്തിന്റെ ഭരണഘടനാപരമായ ചുമതലകൾ നിലനിൽക്കുമ്പോഴും ഒരിക്കലും അദ്ദേഹത്തിൽ പൊളിറ്റിക്കൽ അക്കൗണ്ടബിലിറ്റി എന്ന് പറയുന്നത് നിക്ഷിപ്തമാകുന്നില്ല. അതുകൊണ്ട് തന്നെ ഗവർണർ ഈ കാട്ടിക്കൂട്ടുന്നത് ഈ CPM സർക്കാരിനെ നിയന്ത്രിക്കേണ്ടത് RSS ഓഫീസുകളിൽ നിന്നാണ് എന്നുള്ളത് വളരെ വ്യക്തവും ശക്തവുമായ ഭാഷയിൽ കേരളത്തിലെ പൊതുജനങ്ങളെ വിഡ്ഢികളാക്കുന്ന രീതിയിൽ കേന്ദ്ര സർക്കാരിന്റെ നയങ്ങൾക്ക് ഒത്താശ പാടുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിനെതിരെ ഗവർണർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ വായിച്ചു എന്നുള്ള ഒരൊറ്റ കാരണം കൊണ്ട് ഇപ്പൊ CPM അതിനെ വരെ ആയുധമാക്കുകയാണ്. കണ്ടില്ലേ, ഞങ്ങൾ എഴുതി കൊടുത്തത് ഗവർണർ വായിച്ചു. ഇങ്ങനെ വായിക്കുക എന്നുള്ളത് മാത്രമാണ് CPMന്റെ ലക്ഷ്യമുള്ളൂ. അതിനുമപ്പുറം ഏതെങ്കിലും ഒരു തരത്തിൽ എതിർക്കേണ്ടതിനെ എതിർക്കുന്നതിനും പ്രതിഷേധിക്കേണ്ടതിനെതിരെ പ്രതിഷേധിക്കുന്നതിനും കേന്ദ്രത്തിന്റെ നയവൈകല്യങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുന്നതിനും ഇപ്പോഴും സാധ്യമല്ലാത്ത ഒരു കേരള സർക്കാർ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഗവർണറെ കൊണ്ട് വായിപ്പിച്ചു എന്ന് പറഞ്ഞ് അതിൽ മേനി നടിക്കുന്ന രീതിയിലേക്ക് കാര്യങ്ങളെ കൊണ്ട് എത്തിക്കുക എന്നുള്ളതിനപ്പുറം ഈ നാടകം കഴിഞ്ഞ 2 കൊല്ലമായി എന്നുള്ള വ്യക്തമായ സന്ദേശം തന്നെയാണ് നൽകിയിരിക്കുന്നത്. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഒരു കേരളത്തിന്റെ ഇതുവരെയുള്ള ചരിത്രത്തിൽ ഒരിക്കലും കാണാത്ത രീതിയിലാണ് ഒരു ഗവർണർ പെരുമാറുന്നത്. ഇപ്പോൾ ഗവർണർമാരുടെ അതിക്രിയകൾ അത് നിരവധി സംസ്ഥാനങ്ങളിൽ പല ഘട്ടങ്ങളിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ഉണ്ടായിട്ടുണ്ട്. ഏതെങ്കിലും കക്ഷിക്ക് കേന്ദ്ര സർക്കാരിൽ മൃഗീയ ഭൂരിപക്ഷം ഉണ്ടാകുന്ന സമയങ്ങളിലെല്ലാം ആ അർത്ഥത്തിൽ ഗവർണർമാരെ ഉപയോഗിച്ചോ അല്ലാതെയോ സംസ്ഥാനങ്ങളുടെ കഴുത്ത് പിടിച്ച് ഞെരിക്കാൻ കേന്ദ്ര സർക്കാർ തുനിഞ്ഞിട്ടുണ്ട്. പക്ഷേ കേരളത്തിലെ ഒരു സർക്കാരിനെ കേന്ദ്രം പിരിച്ചുവിട്ടതാണ്. അതിനപ്പുറം പല ഘട്ടങ്ങളിലും ഈ സംസ്ഥാന സർക്കാരുകളുമായി ഗവർണർമാർക്ക് കലഹിക്കുകയോ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടാവുകയോ ഒക്കെ ചെയ്യുന്ന സാഹചര്യങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു ഗവർണർ രാജ്ഭവന് പുറത്തിറങ്ങി മാധ്യമങ്ങളോട് പറയുന്ന കാര്യങ്ങൾ, ഇന്ന് ആനന്ദ് കൊച്ചുകൂടി ശ്രദ്ധിച്ചിട്ടുണ്ടാവും അക്കാര്യങ്ങൾ, മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫിലെ അംഗങ്ങളുടെ എണ്ണത്തെ ചോദ്യം ചെയ്യുന്നു. എക്സിക്യൂട്ടീവിൻ്റെ ചീഫായ ഗവർണർ അവർക്കെന്തിന് പെൻഷൻ കൊടുക്കുന്നു എന്ന തികച്ചും സർക്കാരിൻ്റെ നയപരമായ കാര്യത്തെ ചോദ്യം ചെയ്യുന്നു ഗവർണർ. ഇതിനൊന്നും മറുപടി കൊടുക്കുന്നതിന് പകരം ഒരു സർക്കാർ നിശബ്ദമാണ്. ഒരു മുൻ മന്ത്രിയായ AK ബാലൻ പറയുന്നു, ഒരു ഭരണഘടനാ പ്രതിസന്ധി ഉണ്ടാകാത്ത വിധത്തിൽ വളരെ മാതൃകാപരമായാണ് ഞങ്ങൾ ഇടപെടുന്നത് എന്ന് പറയുന്നു. ഇത് കേട്ടുകേൾവിയുള്ള കാര്യമാണ് ഇതൊക്കെ. ഈ ചോദ്യത്തിനോട് 2 ഭാഗമായിട്ട് പ്രതികരിക്കാൻ എന്നെ അനുവദിക്കണം. ആദ്യം തന്നെ നമ്മുടെ ഗവർണറായ ബഹുമാനപ്പെട്ട ആരിഫ് മുഹമ്മദ് ഖാനെ കുറിച്ച് ഞാനിപ്പോൾ ഈ ചർച്ചയ്ക്ക് കയറുന്നതിന് തൊട്ട് മുമ്പ് അദ്ദേഹത്തിന്റെ വിക്കിപീഡിയ പേജ് ഒന്ന് തുറന്നു നോക്കി. അതിൽ വളരെ സംക്ഷിപ്തമായിട്ട് അദ്ദേഹത്തെക്കുറിച്ച് വളരെ കുറച്ച് മാത്രം വിവരങ്ങളുള്ള ഒരു വിക്കിപീഡിയ പേജാണ്. അദ്ദേഹത്തെ പോലെ വലിയ രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു വ്യക്തിയെക്കുറിച്ച് ആ വിക്കിപീഡിയയിൽ ഞാൻ കണ്ടത്. അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ 1973 അദ്ദേഹം ഭാരതീയ ക്രാന്തിദൾ, ചരൺ സിംഗിന്റെ ഭാരതീയ ക്രാന്തിദളിലാണ് ആദ്യം അദ്ദേഹം രാഷ്ട്രീയ പ്രവേശനം നടത്തുന്നത്. അദ്ദേഹം ടിക്കറ്റിൽ മത്സരിക്കുന്നു, പക്ഷേ ജയിക്കുന്നില്ല. ഭാരതീയ ക്രാന്തിദൾ ജനതാ പാർട്ടിയായി 77 തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം ജനതാ പാർട്ടി അംഗമായി MLA ആയി തെരഞ്ഞെടുക്കപ്പെടുന്നു. 80 ആയപ്പോഴത്തേക്കും അദ്ദേഹത്തിന് മനംമാറ്റമുണ്ടായി. അദ്ദേഹം കോൺഗ്രസിൽ ചേരുന്നു. അദ്ദേഹം കോൺഗ്രസിന്റെ MP ആയി കാൺപൂരിൽ നിന്ന് ജയിക്കുന്നു. 84 ആയപ്പോൾ അദ്ദേഹം ബഹ്റൈച്ചിൽ നിന്ന് വീണ്ടും കോൺഗ്രസ് MP ആയി ജയിക്കുന്നു. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ അംഗമാവുന്നു, ജൂനിയർ മന്ത്രിയായി. അത് കഴിഞ്ഞ് ഷാബാനോ കേസിന്റെ ഒക്കെ കാലത്ത് രാജീവ് ഗാന്ധി അദ്ദേഹത്തെ അദ്ദേഹം ഈ സർക്കാരിനെ ഡിഫെൻഡ് ചെയ്യാനൊക്കെ നിയോഗിക്കുന്നു. പക്ഷേ സർക്കാർ ഒരു U-ടേൺ അടിക്കുന്നു. അപ്പോൾ അദ്ദേഹത്തിന്റെ വിയോജനം പ്രകടമാക്കി അദ്ദേഹം വലിയ ഒരു ആദർശ പരിവേഷത്തോടെ രാജിവെക്കുന്നു. അക്കാലത്തെ അത്രയും ഒരു ചരിത്രം നോക്കിയാൽ നമുക്ക് വേണമെങ്കിൽ അദ്ദേഹത്തെ കുറ്റം പറയാനോ അല്ലെങ്കിൽ അദ്ദേഹം ഒരു ആദർശ പുരുഷനായി നിൽക്കുന്ന ഒരു സമയമാണ്. പിന്നെ അത് കഴിഞ്ഞിട്ടാണ് അദ്ദേഹം 87 VP സിംഗിന്റെ കൂടെ ജനമോർച്ചയിൽ സ്ഥാപക അംഗമായി വരുന്നു. അത് ജനതാദളാവുന്നു. അത് കഴിഞ്ഞ് യുണൈറ്റഡ് ഫ്രണ്ട് ഗവൺമെന്റിന്റെ കാലഘട്ടത്തിലൊക്കെ അദ്ദേഹം VP സിംഗിനോട് തന്നെ അടുത്ത് നിൽക്കുന്നു.
VP സിംഗ് പൊതുമണ്ഡലത്തിൽ നിന്ന് അപ്രത്യക്ഷമായി യുണൈറ്റഡ് ഫ്രണ്ട് മാറി അടൽ ബിഹാരി വാജ്പേയി സർക്കാർ വരുമ്പോഴത്തേക്കും അദ്ദേഹം കോൺഗ്രസിൽ ചേക്കേറാൻ നോക്കുന്നു. പക്ഷേ കോൺഗ്രസിലുള്ള ചില മുസ്ലിം നേതാക്കൾ അദ്ദേഹത്തെ നജ്മ ഹെപ്തുള്ള പോലെയുള്ളവരൊക്കെ അദ്ദേഹത്തെ എതിർക്കുന്നു. അങ്ങനെ അദ്ദേഹം ബഹുജൻ സമാജ് മായാവതിയുടെ ബഹുജൻ സമാജ് പാർട്ടിയിൽ ചേർന്നു. വീണ്ടും ബഹ്റായിച്ചിൽ നിന്ന് MP ആവുന്നു. അത് കഴിഞ്ഞ് 2002 വളരെ കൗതുകകരമായി അദ്ദേഹം BSP യിൽ നിന്ന് രാജിവെക്കുകയാണ്. അതിന്റെ കാരണമായി അദ്ദേഹം പറയുന്നത് ഗോത്ര കലാപത്തിനൊക്കെ ശേഷം BSP യും BJP യും തമ്മിൽ ഒരു സഖ്യത്തിൽ ഏർപ്പെടാൻ പോകുന്നത് കൊണ്ട് ഞാൻ BSP യിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് കാൻഷിറാമിന് അദ്ദേഹം അയച്ച കത്ത്. 2002 ശേഷം വീണ്ടും അദ്ദേഹം കോൺഗ്രസിൽ ചേക്കേറാൻ നോക്കുന്നു. പക്ഷേ എന്തുകൊണ്ടോ അദ്ദേഹത്തിന് കോൺഗ്രസ് വിമുഖത കാണിക്കുന്നു. സോണിയാഗാന്ധി ഒന്നും വലിയ താല്പര്യമെടുക്കുന്നില്ല. 2004 ആയപ്പോഴത്തേക്കും അദ്ദേഹം BJP യിൽ ചേരാൻ ഒരു ടോക്ക് നടത്തുന്ന കാര്യം അറിയുമ്പോൾ സോണിയാഗാന്ധി അഹമ്മദ് പട്ടേലിനെയൊക്കെ ഏർപ്പാടാക്കുന്നു അദ്ദേഹത്തോട് സംസാരിക്കാൻ. പക്ഷെ അദ്ദേഹം BJP യിൽ ചേർന്നു. 2 വർഷത്തിന് മുമ്പ് ഗോത്ര കലാപത്തിന്റെ കാര്യം പറഞ്ഞ് BSP യിൽ നിന്ന് രാജിവെച്ച അദ്ദേഹം 2004 ആയപ്പോഴത്തേക്കും BJP യിൽ ചേർന്നു. 2007 ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് ഒരു MLA ടിക്കറ്റ് നൽകാത്തതിന്റെ പേരിൽ അദ്ദേഹം വേറെ പേരൊക്കെ പറഞ്ഞ് അവിടെ കുറ്റക്കാർക്കൊക്കെ ടിക്കറ്റ് കൊടുക്കുന്നു എന്ന പേരിലൊക്കെ പറഞ്ഞ് അദ്ദേഹം 2007 BJP യിൽ നിന്ന് രാജിവെക്കുന്നു. ഇതിനിടയ്ക്ക് ഒരു കാര്യം പറയാൻ വിട്ടുപോയി. അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ നേതാവായിരുന്ന VP സിംഗിനെ പോലും അദ്ദേഹം തള്ളി പറഞ്ഞിട്ടുണ്ട്. അത് 90കളിൽ ജെയിൻ കമ്മീഷൻ, അതായത് രാജീവ് ഗാന്ധി വധത്തിനെ കുറിച്ച് VP സിംഗിനെതിരെ അദ്ദേഹം ഈ കാലഘട്ടത്തിൽ 5-6 പാർട്ടി മാറി അത് അവസരങ്ങൾ തേടി നടക്കുന്ന ഒരു രാഷ്ട്രീയ ഭിക്ഷാന്തേഹി എന്ന് തന്നെയാണ്. ഞാൻ ചോദിക്കുന്നതല്ല, അങ്ങനെ പ്രതിപക്ഷ നേതാവ് ഗവർണറെ കുറിച്ച് അങ്ങനെ ഒരു രാഷ്ട്രീയമായ പരാമർശം നടത്തുന്നത് ഉചിതമാണോ? അതിനപ്പുറം ഗവർണർ ഇന്ന് നടത്തിയ പരാമർശങ്ങൾ നോക്കൂ. ഒരു സർക്കാരിന്റെ എക്സിക്യൂട്ടീവ് ഹെഡായിരുന്നുകൊണ്ട് സർക്കാരിന്റെ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകളിലാണ് അംഗങ്ങളുടെ എണ്ണം, അവരുടെ പെൻഷൻ, ഇതേക്കുറിച്ചൊക്കെ അഭിപ്രായ പ്രകടനം നടത്താൻ ഗവർണർക്ക് എന്ത് അധികാരമാണുള്ളത്? അദ്ദേഹത്തിന്റെ അധികാരത്തെക്കുറിച്ച് ഗവർണർക്ക് ബോധ്യമില്ലാത്തതാണോ? അല്ല, അത് പേഴ്സണൽ സ്റ്റാഫിന്റെ കാര്യത്തിൽ എന്റെ വ്യക്തിപരമായ അഭിപ്രായം, നമ്മുടെ സർക്കാരുകൾ ഇങ്ങനെ 2 വർഷത്തേക്ക് സ്റ്റാഫുകളെ നിയമിച്ച് അവർക്ക് പെൻഷൻ കൊടുക്കുന്നത് ഒരു വളരെ വൾഗറായിട്ടുള്ള ഒരു നടപടിയായിട്ട് എനിക്ക് തോന്നാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് അതിനെക്കുറിച്ച് അഭിപ്രായം പറയണമെന്നുള്ളത് അദ്ദേഹം വളരെ ബാലിശമായി. ഇന്നിപ്പോൾ അദ്ദേഹം മുൻ മന്ത്രി AK ബാലനെ വിശേഷിപ്പിച്ച ബാലിശമായ കാര്യങ്ങൾ അദ്ദേഹമാണ് പലപ്പോഴും ചെയ്യുന്നത്. ഇപ്പോൾ അദ്ദേഹം ഈ കാര്യം എടുത്തിട്ടത് തന്നെ അദ്ദേഹത്തിന്റെ സ്റ്റാഫിൽ ഹരിയസ് കർത്തയെ BJP സംസ്ഥാന കമ്മിറ്റി അംഗമായ ഹരിയസ് കർത്തയെ നിയമിക്കുന്നതുമായിട്ടുള്ള ആ ഒരു തർക്കത്തിന്റെ ഒരു ബാക്കി പത്രമായിട്ടാണ് അദ്ദേഹം ഈ കാര്യം എടുത്തിടുന്നത്. അല്ലാതെ അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയിൽ എനിക്ക് സംശയമുണ്ട്. അദ്ദേഹം ഒരു സ്ഥിരതയില്ലാത്ത വ്യക്തിയാണ്. അദ്ദേഹം പല കാര്യങ്ങളും, ഇപ്പൊ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലറുടെ നിയമനത്തിന്റെ കാര്യത്തിൽ അദ്ദേഹം എല്ലാവരും വിചാരിച്ചത് അദ്ദേഹം ഒരു വളരെ ഇന്റഗ്രിറ്റിയുള്ള വളരെ ഒരു നല്ലൊരു സ്റ്റാൻഡ് എടുക്കുന്നു എന്ന ഒരു സമീപനത്തിൽ നിന്ന് പെട്ടെന്ന് സർക്കാരിന് വഴങ്ങുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം എന്ത് കാര്യത്തിലാണെന്നറിയില്ല, സർക്കാരുമായി പലതവണ കൊടുക്കൽ വാങ്ങലുകൾ നടക്കുന്നതായി, പുറകിൽ എന്തൊക്കെയോ നടക്കുന്നതായി നമുക്ക് ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന രീതിയിലാണ് ഇപ്പോൾ സർക്കാരും ഗവർണറും തമ്മിൽ ഒരു ക്യാറ്റ് ആൻഡ് മൗസ് ഗെയിം പോലെ, ഒരു ചതുരംഗ കളി പോലെ പല കാര്യങ്ങളും നടക്കുന്നതായാണ് നമുക്ക് പ്രത്യക്ഷത്തിൽ മനസ്സിലാകുന്നത്. ഇപ്പോൾ പോലും സർക്കാർ മിണ്ടാതെ ഇങ്ങനെ പഞ്ചപുച്ഛ മടക്കി ഇങ്ങനെ ഇരിക്കുന്നത് തന്നെ സർക്കാരിന് എന്തോ പേടിയുള്ളത് പോലെ. ഗവർണർ എന്താണ്, സർക്കാർ എന്തിനാണ് ഗവർണറെ പേടിക്കുന്നത്? ഗവർണറോട് ഭയമുള്ളതുപോലെ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ സാഹചര്യങ്ങൾ വഴിവെച്ചു എന്നാണ് ആനന്ദ് കൊച്ചുകൂടി പറയുന്നത്. ശ്രീ SK സജീഷ്, ഇന്നലെ നയപ്രഖ്യാപന പ്രസംഗം നടത്തുമോ ഇല്ലേ, അതിൻ്റെ തൊട്ട് തലേ രാത്രി നടത്തുമോ ഇല്ലേ എന്നൊരു ആശങ്കയുണ്ടായിരുന്നു. അതേ തുടർന്നുണ്ടായ സംഭവവികാസങ്ങളെല്ലാം നമ്മുടെ മുമ്പിലുണ്ട്. ഒരു വകുപ്പ് മേധാവിയായ ഒരു ഉദ്യോഗസ്ഥനെ പൊടുന്നനെ സ്ഥലം മാറ്റിക്കൊണ്ടാണ് ഗവർണറെ പ്രീതിപ്പെടുത്തിയത് എന്നൊരു തോന്നൽ സൃഷ്ടിക്കപ്പെട്ടു. ഇന്ന് മാധ്യമപ്രവർത്തകർ ഗവർണറോട് ചോദിച്ചു എന്തിനാണ് ആ ഉദ്യോഗസ്ഥനെ സ്ഥലം മാറ്റിയത് സംബന്ധിച്ച ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് ആ ഉദ്യോഗസ്ഥനല്ല കാരണക്കാരൻ, ആ കത്തിൻ്റെ വാക്കുകൾ സർക്കാരിൻ്റെതാണ്, അതിന് ഉത്തരവാദിയെ കണ്ടെത്തണം എന്നാണ് ഞാൻ ആവശ്യപ്പെട്ടത്, അല്ലാതെ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്നല്ല. അപ്പോൾ അതിൽ വ്യക്തമാണ് ആ ഉദ്യോഗസ്ഥനെ മാറ്റിയത്, സർക്കാർ മാറ്റിയത് തന്നെ ഗവർണറെ പ്രീതിപ്പെടുത്താനാണെന്ന് ഗവർണർ സാക്ഷ്യപ്പെടുത്തുകയാണ്. അങ്ങനെ സർക്കാർ വഴങ്ങിക്കൊടുക്കും, പ്രതിപക്ഷം വളരെ ശക്തമായ നിലപാട് ഗവർണർക്കെതിരെ എടുക്കുമ്പോൾ സർക്കാർ വഴങ്ങിക്കൊടുക്കുമ്പോൾ വീണ്ടും സർക്കാരിന് മുകളിലേക്ക് വരികയാണ് ഗവർണർ. ഇന്ന് നോക്കൂ, ഒരു ഗവർണർ പറയാൻ പാടില്ലാത്ത എന്ന് പൊതുസമൂഹവും രാഷ്ട്രീയ സമൂഹവും കരുതുന്ന കാര്യമാണ് മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ്, അവരുടെ പെൻഷൻ, ഇക്കാര്യങ്ങളെ അദ്ദേഹം ചോദ്യം ചെയ്യുന്നു എന്ന് മാത്രമല്ല ഇത് പരിശോധിക്കാൻ ആവശ്യപ്പെട്ട് AGക്ക് കത്തയച്ചു എന്ന് കൂടി അദ്ദേഹം പറയുന്നു. അതായത് ഗവർണർ അദ്ദേഹത്തിൻ്റെ പരിധി വിടുകയാണ്. എന്നിട്ട് സർക്കാർ
പാലിക്കുന്ന ഈ മൗനത്തെക്കുറിച്ച് ഇന്ന് മുൻ മന്ത്രി എ കെ ബാലൻ പറയുന്നത് ഇതൊരു പ്രതിസന്ധി തീർക്കാനുള്ള മാതൃകാപരമായ ഇടപെടലാണ് എന്നാണ്. അങ്ങനെ എങ്ങനെയാണ് പറയാൻ കഴിയുക ശ്രീ എസ് കെ സജീഷ്? അല്ല, അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗവർണർ കേരളത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് തന്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയുള്ള രീതിയിലാണ്. തന്റെ രാഷ്ട്രീയ യജമാനന്മാർക്ക് ഇടയ്ക്കിടയ്ക്ക് ചില സന്ദേശങ്ങൾ നൽകാനോ അല്ലെങ്കിൽ നാടകങ്ങൾ കാട്ടിക്കൊടുക്കാനോ എല്ലാമുള്ള പ്രവർത്തനം അദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അത് ശക്തമായ വിമർശന വിധേയമാക്കേണ്ടതാണ്. ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം അത് പൊളിറ്റിക്കലായി വിമർശിക്കപ്പെടുമ്പോഴും ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഗവൺമെന്റിന്റെ ഭാഗമായി നിൽക്കുന്ന, തലവനായി നിൽക്കുന്ന ഗവർണർ അത് ഭരണനിർവഹണവുമായി മുന്നോട്ട് പോകുമ്പോൾ അതിൽ വലിയ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാതെ കേരളത്തിന്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി കഴിയണം. ഇവിടെ ഗവർണർ അദ്ദേഹത്തിന്റെ ചുമതലകൾ നിർവഹിക്കണം. അത് നിർവഹിപ്പിക്കപ്പെടാൻ പറ്റിയ രീതിയിൽ തന്നെ ശക്തമായ രീതിയിൽ ഗവൺമെന്റ് ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇപ്പം മാത്രമല്ല, നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. കേന്ദ്ര സർക്കാരിനെതിരായിട്ടുള്ള അതിരൂക്ഷമായ കേരള സർക്കാരിന്റെ വിമർശനം ഉൾക്കൊള്ളുന്ന നയപ്രഖ്യാപനം അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അത് ഭരണഘടനാപരമായ ബാധ്യതയാണ്, അദ്ദേഹം നിറവേറ്റുക തന്നെ വേണം. നേരത്തെയും ഇതുപോലെ തന്നെ അദ്ദേഹം പല രീതിയിലും പെരുമാറിയിട്ടുണ്ട്. 2019 നമുക്കറിയാം, പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് കേരളത്തിന്റെ അഭിപ്രായ വ്യത്യാസങ്ങൾ അതിശക്തമായി ഗവൺമെന്റിന്റെ ഭാഗമായി ഉയർന്നു വരുമ്പോൾ അത് ഞാൻ വായിക്കില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചിരുന്നു നയപ്രഖ്യാപനത്തിന്റെ ഭാഗമായി. പക്ഷെ അദ്ദേഹത്തിന് വായിക്കേണ്ടി വന്നു. അദ്ദേഹം കൃത്യമായി തന്നെ അത് വായിച്ചു. അതെല്ലാം അദ്ദേഹത്തിന്റെ ഉത്തരവാദിത്തമാണ്. പക്ഷെ അദ്ദേഹം ചില നാടകങ്ങൾ കളിക്കുന്ന പോലെ തന്റെ യജമാനന്മാരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി മറ്റേതെങ്കിലുമൊക്കെ സ്ഥാനം കിട്ടും എന്ന് കരുതിയായിരിക്കും അദ്ദേഹം സാധാരണഗതിയിൽ സ്വീകരിക്കാൻ വേണ്ടി പാടില്ലാത്ത, ഒരു ഭരണഘടനാ സ്ഥാപനം സ്വീകരിക്കാൻ വേണ്ടി പാടില്ലാത്ത രീതിയിലുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുന്നോട്ട് പോവുകയാണ്. സജീഷ്, പക്ഷേ അവിടെ ഒരു പ്രശ്നമുണ്ട്. ഇതിൽ ഭരണഘടനാ പ്രതിസന്ധി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഇപ്പോൾ ഇന്ന് KPC അധ്യക്ഷൻ കെ സുധാകരൻ ചോദിക്കുന്നത് ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ നമുക്ക് കേന്ദ്രത്തോട് ആവശ്യപ്പെടാം. അതാണ് പ്രതിപക്ഷം ആവശ്യപ്പെടുന്നത്. ഒന്ന്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടി സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കുകയാണ്. ഇപ്പോൾ KR ജ്യോതിലാലിന്റെ സ്ഥാനചലനം ഉദാഹരണം. അങ്ങനെ സർക്കാരിനെ സമ്മർദ്ദത്തിലാക്കാൻ ഒരു അധികാരവും ഗവർണർക്കില്ല. ഗവർണർക്കുള്ളത് അധികാരമല്ല, മറിച്ച് ഉത്തരവാദിത്തമാണ് എന്നുകൂടി നാം ഓർക്കണം. അവിടെയാണ് അതും കടന്ന് അദ്ദേഹത്തിൻ്റെ പരിധിയിലൊന്നും പെടാത്ത മന്ത്രിമാരുടെ സ്റ്റാഫ്, അവരുടെ പെൻഷൻ, ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് അഭിപ്രായ പ്രകടനം നടത്തുക മാത്രമല്ല AGക്ക് കത്തയക്കുന്നു എന്ന് പറയുന്നു. ഈ ഘട്ടത്തിൽ KPC അധ്യക്ഷൻ ആവശ്യപ്പെട്ടതുപോലെ ഇദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരുമിച്ച് കേന്ദ്രത്തോട് ആവശ്യപ്പെടുകയല്ലേ വേണ്ടത്? അല്ല, താങ്കൾ KPCC അധ്യക്ഷൻ എന്ന് ഉദ്ദേശിച്ച ശ്രീ കെ സുധാകരനെ തന്നെയായിരിക്കുമല്ലോ. അതെ, ശ്രീ കെ സുധാകരന്റെ വാക്കുകളാണോ നമ്മൾ കേൾക്കുന്നത്? കെ സുധാകരനും ശ്രീ ആരിഫ് ഖാനും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ചെറിയ സംശയമുണ്ട്. എനിക്ക് തോന്നിയാൽ ഞാനങ്ങ് BJPയിൽ പോകും. എനിക്കതുമായി യോജിക്കാൻ വേണ്ടി പറ്റിയാൽ BJPയിൽ സ്ഥാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്ന ആൾ തമ്മിലുള്ള വ്യത്യാസം, അവർ തമ്മിൽ എത്ര ദൂരമുണ്ട് എന്നൊന്നും എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല. അദ്ദേഹം അങ്ങനെയൊക്കെ പറയും. പക്ഷെ നമ്മൾ കാണേണ്ടത് ഇവിടെ ഒരു ഗവർണർ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഭരണഘടനാപരമായി പ്രവർത്തിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തെ തിരിച്ചു വിളിക്കാൻ പറഞ്ഞുകൊണ്ട് തിരിച്ചു വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഗവർണർ മറ്റൊരാൾ വരില്ലേ? എല്ലാ കാലത്തും ഗവർണർ വരലും പോലും അല്ലല്ലോ നമ്മുടെ ആവശ്യം. ഇപ്പോ ഗവർണർ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ പദവിയിൽ നിന്ന് അദ്ദേഹം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ അദ്ദേഹം ആക്ട് ചെയ്യുന്നത് BJPക്ക് വേണ്ടിയാണ്, അല്ലെങ്കിൽ രാജ്യത്തിലെ സർക്കാരിന് വേണ്ടിയാണ്, അവരെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. ആ തൃപ്തിപ്പെടുത്തുന്ന ആളുകൾ തന്നെയായിരിക്കും ഇതേപോലെ തന്നെ എല്ലാ ഇടങ്ങളിലും ഇപ്പോഴുള്ളത് നമുക്കറിയാമല്ലോ. കേരളത്തിൽ ഇപ്പൊ നമുക്ക് വളരെ കൃത്യമായി തന്നെ പരിശോധിച്ചാൽ അറിയാം, BJPക്ക് കനത്ത തെരഞ്ഞെടുപ്പ് തോൽവി ഉണ്ടായാൽ ആ കാലഘട്ടത്തിലെ BJPയുടെ സംസ്ഥാന പ്രസിഡന്റുമാർക്ക് ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ പോലെ കിട്ടുന്ന സ്ഥാനമല്ലേ ഈ ഗവർണർ എന്ന് പറയുന്നത്. അങ്ങനെ ഗവർണർമാരായി അവരിയ്ക്കുമ്പോൾ അവരുടെ രാഷ്ട്രീയ കാര്യങ്ങളെല്ലാം മാറ്റിവെച്ചുകൊണ്ട്, നിലപാടുകൾ മാറ്റിവെച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. ഏത് തരത്തിലുള്ള വർഗീയ നിലപാടാണോ, ഏത് തരത്തിലുള്ള രാഷ്ട്രീയ നിലപാടാണോ അവർക്കുള്ളത് അത് തന്നെയാണ് കാട്ടിയിട്ടുള്ളത്. ഇതിപ്പോ മാത്രമല്ല, ഗവർണർ പദവിയിൽ ഇരുന്നു കൊണ്ട് നേരത്തെയും കോൺഗ്രസിന്റെ കാലത്തും പലരും ഇങ്ങനെയെല്ലാം പെരുമാറിയിട്ടുണ്ട് എന്ന് നമുക്കറിയാം. പക്ഷെ നമുക്ക് ആവശ്യം എന്താണ്? അതൊരു ആലങ്കാരികമായ ഒരു പദവി എന്നുള്ള നിലയ്ക്ക് അവിടെ നിൽക്കുമ്പോഴും ഗവൺമെന്റ് ദൈനംദിന പ്രവർത്തനങ്ങൾക്ക് തടസ്സം ഉണ്ടാവരുത്, ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് തടസ്സം ഉണ്ടാവരുത്. അവിടെ പ്രശ്നങ്ങൾ നിരന്തരം സൃഷ്ടിച്ചുകൊണ്ട് കേരളയിൽ ഉൾപ്പെടെ മൊബിലിറ്റി പദ്ധതികൾ ഉൾപ്പെടെ എല്ലാത്തിനും മേൽനോട്ടം വഹിക്കുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു KR ജ്യോതിലാൽ.
അദ്ദേഹത്തെ എന്തിന് സ്ഥലം മാറ്റി എന്ന ചോദ്യത്തിന് സർക്കാർ മറുപടി പറയണ്ടേ? ഗവർണറുടെ ഒരു പിടിവാശിക്ക് ഗവർണർ ആരെയോ ശിക്ഷിക്കാൻ ആവശ്യപ്പെടുമ്പോൾ അദ്ദേഹത്തിൻ്റെ തല വെട്ടി താലത്തിൽ വെച്ച് കൊടുക്കുകയാണ്. ഇത് എത്രത്തോളം സർക്കാരിന് കുനിയാൻ കഴിയും? അങ്ങനെ കുനിയും തോറും പിന്മാറുന്ന ഒരാളല്ല ഗവർണർ എന്നാണ് ഇന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് മനസ്സിലാവുന്നത്. അല്ല, അതൊക്കെ നമുക്ക് വഴിയെ കാണാൻ പോകുന്ന കാര്യങ്ങളാണ്. ഞാൻ അതിന്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. പക്ഷേ നിങ്ങൾ ഉപയോഗിക്കുന്ന തലവെട്ടി താലത്തിൽ വെച്ച് കൊടുക്കുകയാണെന്നൊക്കെ പറയുന്നതിൽ ഒരു അർത്ഥവുമില്ല. കാരണം ഗവർണർ അദ്ദേഹത്തിന്റെ ഓഫീസിൽ നടത്തിയ നിയമനവുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ അഭിപ്രായ വ്യത്യാസം ആ ഉദ്യോഗസ്ഥന്റെതല്ല, ഗവൺമെന്റേതാണ്. ഒരു ഉദ്യോഗസ്ഥനും പ്രത്യേകമായ സ്വന്തമായ അഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിലല്ല പെരുമാറുന്നത്, ഗവൺമെന്റ് അഭിപ്രായമാണ്. അതുപോലും തിരിച്ചറിയാൻ ഗവർണർക്ക് കഴിയുന്നുണ്ടോ എന്നുള്ളത് അദ്ദേഹത്തിന്റെ പ്രശ്നം. അദ്ദേഹത്തിന് ഭരണഘടനയെ ഉൾക്കൊള്ളാൻ വേണ്ടി കഴിയുന്നില്ല, ഭരണഘടനാപരമായി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയുന്നില്ല, സാമാന്യനെ ചിന്തിച്ച് മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ പോലും ചിലപ്പോൾ ചിന്തിച്ച് മനസ്സിലാക്കാൻ ഗവർണർ പറയുന്നത് സജീഷ് ഗവർണർ ഇന്ന് പറഞ്ഞത് ഞാൻ ആവശ്യപ്പെട്ടത് ആ കത്ത് അയച്ചവർക്ക് പിന്നിൽ ആരാണെന്ന് കണ്ടെത്തണം എന്നാണ്. ആ ഉദ്യോഗസ്ഥനെ മാറ്റണമെന്ന് താൻ പറഞ്ഞിട്ടില്ല എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒരു കാര്യം ഞാൻ പറയട്ടെ അജിൻസ്, അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് വല്ല വിലയുമുണ്ടോ? സാധാരണഗതിയിൽ അദ്ദേഹം പറയുന്ന കാര്യങ്ങൾക്ക്, ഒരു ഗവർണർ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ഉത്തമ വിശ്വാസത്തിൽ നമുക്ക് കാര്യങ്ങൾ സംവദിക്കാമായിരുന്നു. പക്ഷെ ആ ഉത്തമ വിശ്വാസം ഇല്ലാത്ത ഒരാൾ പലതും വിളിച്ചു പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ വെച്ചുകൊണ്ട് നമ്മൾ എങ്ങനെ സംവദിക്കും? നിങ്ങൾക്ക് അദ്ദേഹത്തെ വിശ്വസിക്കാൻ വേണ്ടി പറ്റുമോ? അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണ് എന്ന് സജീഷ് സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഉപയോഗിച്ചൊരു പ്രയോഗമുണ്ടല്ലോ സജീഷ്, അതായത് നമ്മുടെ ഭരണ നിർവഹണത്തെ പ്രതിസന്ധിയിലാക്കാത്ത വിധം ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകണമെന്നാണ്. ഇപ്പോൾ ഇന്ന് അദ്ദേഹത്തിൻ്റെ ഒരു വെല്ലുവിളി AGയുമായി അദ്ദേഹം കമ്മ്യൂണിക്കേഷൻ നടത്തിയിരിക്കുന്നു. എങ്ങനെയാണ് ഈ മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫുകൾക്ക് പെൻഷൻ കൊടുക്കാൻ പറ്റുന്നത്? അത് ദുർവ്യയമാണ്, പൊതുഖജനാവിൻ്റെ ദുർവ്യയമാണെന്ന് അദ്ദേഹം പറയുന്നു. ഇത്തരം കാര്യങ്ങൾ ഇപ്പോൾ മന്ത്രിമാർക്ക് പേഴ്സണൽ സ്റ്റാഫില്ലാതെ പ്രവർത്തിക്കാൻ കഴിയില്ലല്ലോ. നാളെ AG എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അവർ നാളെ ഈ ഭരണനിർവഹണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇത്തരം വിശദീകരണമായി ചോദിച്ചാൽ ഇത് സർക്കാരിനെ ശല്യം ചെയ്യുന്ന ഒന്നല്ലേ? ഇവിടെ ഇത്രയും മൃദുവായി AK ബാലൻ്റെ വാക്കുകൾ കടമെടുത്താൽ മാതൃകാപരമായി ഇങ്ങനെയാണോ പ്രതികരിക്കേണ്ടത് എന്നൊരു ചോദ്യമാണ് പ്രതിപക്ഷം ഉയർത്തുന്നത്. ഒരു കാര്യം അജിൻസ്, അദ്ദേഹം ഇപ്പോൾ എവിടുന്നാണ് തുടങ്ങുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. നേരത്തെ ശ്രീ കൊച്ചുകുടി ഇവിടെ വിശദീകരിച്ച പോലെ അദ്ദേഹത്തിന് രാഷ്ട്രീയ പാർട്ടികളിൽ നല്ല പരിചയമുണ്ട്. 1973 തുടങ്ങി 8ഓളം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ അണിചേർന്ന് MP-യും MLA-യും മന്ത്രിയും അങ്ങനെ പല സ്ഥാനങ്ങളും വഹിച്ച് ഒടുവിൽ BJP-യിലെത്തി ഗവർണറായ ഒരാളാണ് അദ്ദേഹം. സ്വാഭാവികമായും ആ എല്ലാ രാഷ്ട്രീയത്തിന്റെയും വഴികൾ അദ്ദേഹത്തിന് അറിയാം. പക്ഷേ ഇന്ത്യയിലെ സംസ്ഥാനങ്ങളും ആ സംസ്ഥാനങ്ങളിലെ മന്ത്രിസഭയും മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫും എന്തിനേറെ പറയുന്നു, അതൊക്കെ പോട്ടെ, സ്വന്തമായ എത്ര സ്റ്റാഫ് ഉണ്ട് എന്ന് അദ്ദേഹത്തിന് അറിയാമോ? അദ്ദേഹത്തിന് വേണ്ടി 157 സ്റ്റാഫുകളുണ്ട്, പേഴ്സണൽ സ്റ്റാഫ് 157 പേരാ അദ്ദേഹത്തിന്റെ സ്റ്റാഫായി നിൽക്കുന്നത്. ഇവിടെ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ, കേരളത്തിന്റെ മൊത്തം ഭരണം നിർവഹിക്കുന്ന മുഖ്യമന്ത്രിയുടെ ഓഫീസിലുള്ളത് 30 പേരാ. ഇവിടെ ഒപ്പിടുകയും ഈ പറഞ്ഞ ഗവൺമെന്റിന്റെ തീരുമാനങ്ങൾക്കനുസരിച്ച് അതിന്റെ ഭാഗമായി പ്രവർത്തിക്കുകയും ഒപ്പുവെക്കുകയും അതുപോലെ തന്നെ നയപ്രഖ്യാപനം ഉൾപ്പെടെ പ്രസംഗിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിത്വത്തിന് കേരളത്തിന്റെ പൊതുവായ മറ്റ് കാര്യങ്ങളിലൊന്നും ദൈനംദിനം ഇടപെടേണ്ട ഒരു കാര്യവുമില്ലാത്ത അദ്ദേഹത്തിന്റെ ഓഫീസിൽ 157 പേരുണ്ട്, താൽക്കാലികമായിട്ടും അല്ലാതെയും ഒക്കെ ഉണ്ട്. അതിന്റെ കൂടെ ഇപ്പൊ അദ്ദേഹം ആവശ്യപ്പെട്ടതനുസരിച്ച് പുതിയ ആളെ നിയമിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇത് അദ്ദേഹത്തിന് ഒരു ധാരണയുമില്ലാത്ത കാര്യമാണോ? അപ്പൊ എന്തൊക്കെയോ പുലമ്പിക്കൊണ്ടിരിക്കുന്ന രീതിയിൽ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ശരി, അതിന് നമുക്ക് മറുപടി പറയാൻ വേണ്ടി കഴിയാത്തത് എന്തുകൊണ്ടാണ്? അദ്ദേഹം എന്താണ് ഈ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്, എന്താണ് അദ്ദേഹത്തിന്റെ ഉദ്ദേശങ്ങൾ, വിശ്വസിക്കാൻ വേണ്ടി കഴിയുമോ? വാക്കുകൾക്ക് വല്ല വിലയും ഉണ്ടാകണ്ടേ? ശരി ശരി സജീഷ്. ശ്രീ പി സലീം, ഇവിടെ SK സജീഷ് പറയുന്നത് അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങൾ പറയുന്നു. ശരി സരീൻ, സജീഷ് വിശദീകരിക്കുന്നു. അദ്ദേഹം പലപ്പോഴും പല കാര്യങ്ങൾ പറയുന്നു. ചില സമയത്ത് സർക്കാരിനെ പുകഴ്ത്തുന്നു, ചില സമയത്ത് സർക്കാരിനെ വിമർശിക്കുന്നു. ഒരു കാര്യം, ഒരു വൈസ് ചാൻസലർ നിയമനത്തിൽ തന്നെ ഒരു ഘട്ടത്തിൽ മാധ്യമങ്ങളോട് പറയുന്നു എൻ്റെ മേൽ സമ്മർദ്ദമുണ്ടായി എന്ന് പറയുന്നു, പിന്നെ അതേക്കുറിച്ച് നിശബ്ദനാകുന്നു. ഇങ്ങനെ വാക്കുകൾക്ക് വിലയില്ലാത്ത രീതിയിൽ, ഒരു ഇൻറ്റഗ്രിറ്റി പുലർത്താത്ത രീതിയിൽ സംസാരിക്കുന്ന ഒരാളെ ഞങ്ങൾ എന്തിന് പരിഗണിക്കണം? അദ്ദേഹത്തെ അവഗണിക്കുകയാണ് സർക്കാരിന് നേതൃത്വം കൊടുക്കുന്ന പാർട്ടിയും ചെയ്യേണ്ടത് എന്ന രീതിയിലാണ്. അപ്പോൾ സജീഷ് അങ്ങനെയാണ് പറയുന്നത്. അതിൻ്റെ അർഹിക്കുന്ന അവഗണനയോടെ അതിനെ ഇഗ്നോർ ചെയ്യുക, അതാണ് സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും ഒരു രീതിയല്ലേ, ഒരു ചെറുത്തുനിൽപ്പല്ലേ? സജീഷിന്റെ വാക്കുകൾ തന്നെ കടമെടുക്കുകയാണെങ്കിൽ
ഇപ്പോൾ ഇദ്ദേഹത്തെ മാറ്റിക്കഴിഞ്ഞാൽ വേറൊരാൾ വരില്ലേ എന്ന് സജീഷ് പരാമർശത്തിൻ്റെ ഇടയിൽ വന്നിരുന്നു. അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് മാറ്റാൻ പറ്റുന്ന ഒരാളാണോ സംസ്ഥാനത്തിൻ്റെ ഗവർണർ എന്നൊക്കെ അദ്ദേഹം ദുഃഖിക്കുന്നത് കണ്ടു. സജീഷിൻ്റെ ദുഃഖം എനിക്ക് മനസ്സിലാവും. കാരണം ആരിഫ് ഖാനെ പോലെയുള്ള ഒരു വ്യക്തിയെ മാറ്റി ഇനി ആര് വന്നാലും സർക്കാരിൻ്റെ കാര്യങ്ങളിൽ എന്തൊക്കെ സംഭവിക്കും എന്നുള്ളതിന് ഒന്നും പറയാൻ പറ്റില്ല. കാരണം ഇപ്പോൾ അവർ തമ്മിൽ ഒരു ഉടമ്പടി ഉണ്ടാക്കിയിട്ടുണ്ട്, ഒരു പിന്നാമ്പുറ കരാർ അവർ തമ്മിൽ നിലനിൽക്കുന്നുണ്ട്. ആ കരാറുമായിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ മുന്നോട്ട് പോയാൽ തന്നെയാണ് ജനത്തിന് മുന്നിൽ വിഡ്ഢിവേഷം കെട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ഗവർണറെ കിട്ടുകയും എന്നാൽ ബി.ജെ.പിക്ക് തങ്ങളുടെ നേടിയെടുക്കാൻ വ്യക്തിപരമായി എനിക്ക് മനസ്സിലാക്കാതെ നിങ്ങൾ പറയുന്നു കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും അതുപോലെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലൊക്കെ ഒരു പിന്നാമ്പുറ എഗ്രിമെന്റ് ഉണ്ട് എന്ന്. അങ്ങനെ പിന്നാമ്പുറ എഗ്രിമെന്റ് ഉണ്ടെങ്കിൽ എന്തിനാണ് ഗവർണർ നിരന്തരം സർക്കാരിനെ ഉപദ്രവിക്കുന്നത്? അജിംസ്, സർക്കാരിനെ ഉപദ്രവിക്കുന്നു എന്നുള്ള തോന്നൽ ഉണ്ടാക്കുക എന്ന് പറയുന്നത്, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഇതൊരു തോന്നൽ ഉണ്ടാക്കുന്ന ഒരു പുകമറ സൃഷ്ടിക്കുന്നതിനും അപ്പുറം എപ്പോഴെങ്കിലും വ്യക്തമായ നയപരമായിട്ടുള്ള രീതിയിലേക്ക് കേരളത്തിലെ തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ മുന്നിലുള്ള ഏറ്റവും ചടുലമായ നീക്കങ്ങൾക്ക് ഇത് വഴിവെച്ചിട്ടില്ല. ഇതിങ്ങനെ നടന്നു പോകുന്ന അന്തർനാടകങ്ങളിൽ അവസാനിക്കുകയാണ്, ഒന്ന് കഴിഞ്ഞ് മറ്റൊന്ന്. ഇത്തരം ചായക്കോപ്പയിലെ കൊടുങ്കാറ്റുകൾക്ക് പകരം വളരെ കൃത്യമായി തന്നെ ഗവർണർ അദ്ദേഹത്തിന്റെ പദവിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഏത് തരത്തിൽ നടപടികളിലേക്ക് നീങ്ങാം ഒരു സർക്കാരിന് എന്നുള്ളതിന് ഇതേ ഭരണഘടന പറയുന്ന വകുപ്പുകളുണ്ട്, അതിന് പറയുന്ന സാഹചര്യങ്ങളും സാധ്യതകളുമുണ്ട്. ഇതൊന്നുമല്ല ഇവിടെ പരിശോധിക്കപ്പെടുന്നത്. ഇവിടെ പരിശോധിക്കപ്പെടുന്നത് എന്താ? മുൻ നിയമമന്ത്രിയുടെ വാക്കുകൾ. മുൻ നിയമമന്ത്രി പറയുന്നു, ഞങ്ങൾ ഏറ്റവും മാതൃകാപരമായ നടപടികളിലൂടെ പ്രതിസന്ധികൾ ഉണ്ടാക്കാത്ത രീതിയിൽ ഭരണം മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടായാൽ ഈ കേരളത്തിലെ ജനതയുടെ മാനാഭിമാനത്തിന് വില പറയുന്ന രീതിയിലേക്ക് ഗവർണറെ കൊണ്ട് ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് നടത്തിക്കാൻ ബി.ജെ.പിക്ക് യാതൊരു മടിയുമില്ലാത്ത വിധം ഒക്കെ മാറുമ്പോഴും ഞങ്ങൾ അദ്ദേഹത്തിന് വഴങ്ങിക്കൊടുക്കാൻ തയ്യാറാണ് എന്ന് പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു സർക്കാരാണ് നിർഭാഗ്യവശാൽ കേരള ജനത അനുഭവിക്കേണ്ടി വരുന്നത് എന്നുള്ളതാണ് സത്യം. CPI-യിലെ മന്ത്രിമാർ ചില അപസ്വരങ്ങളൊക്കെ പ്രകടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. കൂട്ടുത്തരവാദിത്തോടെ നീങ്ങേണ്ട ഒരു മന്ത്രിസഭയിലെ 4 അംഗങ്ങൾ വളരെ കൃത്യമായി പറയുന്നുണ്ട്, ഗവർണറെ കുറച്ചുകൂടി അദ്ദേഹത്തിന്റെ ചുമതലകൾ ബോധ്യപ്പെടുത്തും വിധം തന്നെ ഇടപെടാനുള്ള ശ്രമങ്ങൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്നുണ്ടാവണം. സമ്മതിക്കുന്നില്ല, ആരും കേൾക്കുന്നില്ല. കേൾക്കണമെന്ന് യാതൊരു താല്പര്യവും CPM-നില്ല. ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, ഭരണഘടനാപരമായിട്ടുള്ള പ്രതിസന്ധി എന്ന് CPM ആവർത്തിച്ച് കടമെടുക്കുന്ന വാക്ക്, ആ വാചകം നമ്മൾ വിശ്വസിച്ചാൽ തന്നെ സർക്കാരിനല്ലേ അതുള്ളൂ. സജീഷിന്റെ പ്രസ്ഥാനത്തിന് അതില്ലല്ലോ. DYFI എന്ന് പറയുന്ന പ്രസ്ഥാനത്തിന് കേരളത്തിലെ സർക്കാരിനെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ടിരിക്കുന്ന, ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്, പിണറായി വിജയനെ വിഡ്ഢിവേഷം കെട്ടിച്ചുകൊണ്ടിരിക്കുന്ന ഗവർണറെ നിലയ്ക്ക് നിർത്താൻ വേണ്ടി അവർക്ക് തെരുവുകളിൽ സമരം ചെയ്യാമല്ലോ. സർക്കാരിനല്ലേ ഭരണപരമായ പ്രതിസന്ധിയെ നേരിടേണ്ട ആവശ്യമുള്ളൂ. ഒരു യുവജന സംഘടന എന്നുള്ള രീതിയിൽ ജനങ്ങളെ എന്ന് ഒരു സ്റ്റേറ്റ്മെന്റ് കൊടുക്കാൻ ഗവർണറും സർക്കാരും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ക്രിയേറ്റ് ചെയ്യുന്ന രീതിയിൽ CPM-ഉം DYFI-യും പ്രതികരിക്കണം എന്ന് പറയുന്നത് ഒരു അധിക പ്രസംഗമല്ലേ? അജിംസിന്റെ ചോദ്യം എനിക്ക് വ്യക്തമായില്ല. അതായത് സർക്കാരും ഗവർണറും തമ്മിലുള്ള ഒരു ഫ്രിക്ഷൻ ഉണ്ടാക്കുന്ന രീതിയിൽ CPM-ഓ DYFI-യോ പ്രതികരിക്കുമെന്ന് നാം പ്രതീക്ഷിക്കുന്നതിനൊരു അമിതമോഹമല്ലേ? ഒരിക്കലും അല്ല. ഞാൻ പറഞ്ഞല്ലോ, ഗവർണറുടേതായിട്ടുള്ള നടപടിക്രമങ്ങളിൽ അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്താൻ സർക്കാരിന് പരിമിതികളുണ്ട് എന്നുള്ള AK ബാലൻ മിനിസ്റ്ററുടെ വാക്കുകൾ, മുൻ മിനിസ്റ്ററുടെ വാക്കുകളാണ് ഞാൻ വീണ്ടും ആവർത്തിക്കുന്നത്. കാരണം അദ്ദേഹം പറയുന്നത് സർക്കാരിന് അതിന് പരിമിതികളുണ്ട് എന്നുള്ളതും മാതൃകാപരമായി തന്നെ ഇത് പരിഹരിക്കപ്പെടണം എന്നുള്ളതാണ്. പക്ഷേ എങ്ങനെയാണ് പൊളിറ്റിക്കലായിട്ട് ഒരു ഗവർണർ പെരുമാറുന്നത് എന്നുള്ളതിനെ ചോദ്യം ചെയ്യാൻ പൊളിറ്റിക്കലായി തന്നെ കാര്യങ്ങളിലേക്ക് നീങ്ങുന്നതിന് യാതൊരു തടസ്സവുമില്ല എന്നുള്ളതാണ് ഞാനിവിടെ പറയുന്നത്. കാരണം ഇവിടെ തുലാസിൽ ആടുന്നത് ഈ പറയുന്ന ഭരണഘടനാ ചുമതല നിർവഹിക്കേണ്ട ഗവർണർ അതിര് കടക്കുമ്പോൾ കേരളത്തിലെ ഭരണ പ്രതിസന്ധി കേരളത്തിലെ ജനങ്ങൾ അനുഭവിക്കേണ്ടി വരുന്ന കാര്യങ്ങളാണ്. ആ കാര്യങ്ങൾക്ക് പ്രതിവിധി കണ്ടെത്തേണ്ടത് കേരളത്തിൽ നിന്ന് തെരഞ്ഞെടുക്കപ്പെട്ട MLA-മാർ എന്നുള്ള രീതിയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന ആളുകളുടെ ചുമതലയാണ്. അത് വളരെ കൃത്യമായി നിർവഹിക്കുന്നുണ്ട്. ഇവിടെ രാജ്ഭവനും ക്ലിഫ് ഹൗസും ഒരു കോറിഡോർ, അവിടെ ഒരു കറപ്ഷൻ കോറിഡോർ തുറന്നു വെച്ചിരിക്കുകയാണ്. ഗവർണറോടുള്ള സർക്കാരിൻ്റെ പ്രതികരണങ്ങളും ഞാൻ വരാം ആനന്ദിലേക്ക്. അതിനു മുമ്പ് സജീഷിലേക്ക് ഒരു കൂടി. സജീഷ്, ഈ ഗവർണറോടുള്ള സർക്കാരിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വായിച്ചെടുക്കുന്ന ചില കാര്യങ്ങൾ, P. സരീൻ പറയുന്ന കാര്യം,
ഇങ്ങനെയല്ലല്ലോ പെരുമാറേണ്ടത് എന്നുള്ളതാണ്. അതിന് മറ്റ് ചില ഉദാഹരണങ്ങൾ കൂടി രാജ്യത്തുണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ബംഗാളിൽ മമതാ ബാനർജിയും തമിഴ്നാട്ടിൽ സ്റ്റാലിനും മഹാരാഷ്ട്രയിൽ ഉദ്ധവ് താക്കറെയും എങ്ങനെയാണ് ഫെഡറലിസത്തിന് വേണ്ടി ഗവർണർമാരോടും അതുപോലെ കേന്ദ്ര സർക്കാരോടും രാഷ്ട്രീയമായി ഏറ്റുമുട്ടുന്നത് എന്നതിന് നിരവധി ഉദാഹരണങ്ങൾ കഴിഞ്ഞ വർഷങ്ങളിൽ നാം കണ്ടതാണ്. അങ്ങനെ ഒരു രീതി ഒരുപക്ഷെ പിണറായി വിജയൻ സർക്കാർ കഴിഞ്ഞ ടേമിൽ അത്തരം കാര്യങ്ങളെക്കുറിച്ച് അസർട്ടീവായിട്ട് സംസാരിക്കുന്നു. കേന്ദ്ര സർക്കാർ എങ്ങനെയാണ് സംസ്ഥാനങ്ങളുടെ അധികാരങ്ങൾ കവരുന്നത്, അതിനെതിരെ രാഷ്ട്രീയമായ ചെറുത്തുനിൽപ്പ് എങ്ങനെയാവണം എന്നുള്ള കാര്യത്തിൽ നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ പലപ്പോഴായി വളരെ അസർട്ടീവായി സംസാരിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ടേമിൽ അങ്ങനെയൊന്നും കാണുന്നില്ല എന്ന് മാത്രമല്ല, ഈ ഒരു സമ്മർദ്ദത്തിൽ സർക്കാർ ദുർബലരായി പോകുന്നു എന്നൊരു തോന്നലെങ്കിൽ ഒരു പ്രതീതി സൃഷ്ടിക്കാൻ ഈ സംഭവവികാസങ്ങൾ കാരണമാകുന്നുണ്ട്. അത് നിഷേധിക്കാമോ ശ്രീ സജീഷ്? കോൺഗ്രസിന്റെ പ്രതിനിധിയായ സരിൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞല്ലോ. ആ കാര്യങ്ങളിലൂടെ പോകുന്നതായിരിക്കും നന്നാവുക. ഗവർണറെ കുറിച്ചും ഒക്കെ കോൺഗ്രസിന്റെ പ്രതിനിധി ക്ലാസ് എടുക്കുകയാണ്. ഗവർണറെയൊക്കെ കോൺഗ്രസ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തതെന്നും ഇന്ത്യയുടെ ഫെഡറലിസത്തെയും അതുപോലെ തന്നെ ജനാധിപത്യത്തെയും എങ്ങനെയൊക്കെ അട്ടിമറിച്ചിരുന്നു എന്നുള്ളതും ഒക്കെ വേറെയുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്കിതൊന്നും പറയാനുള്ള അവകാശമില്ല എന്നുള്ളതും മറ്റൊരു വശം. ഇവിടെ വന്ന് ഇപ്പോ വലിയ പ്രസംഗങ്ങൾ നടത്തരുത്. കോൺഗ്രസിന് അതിനുള്ള യാതൊരു ധാർമ്മികപരമായ അവകാശവുമില്ല. ഇന്ത്യൻ ഭരണഘടനയോട് പോലും ഒരു തരത്തിലുള്ള ബാധ്യതയും കാണിക്കാതെ അടിയന്തരാവസ്ഥ ഉൾപ്പെടെ പ്രഖ്യാപിക്കുകയും രാഷ്ട്രപതിയെ പോലും ഒരു റബ്ബർ സീലാക്കി മാറ്റുകയും എല്ലാം ചെയ്തിട്ടുള്ള കോൺഗ്രസ് ആണ്. അതൊന്നും നമുക്ക് ആവർത്തിക്കാനോ പറയാനോ പോലും സാധ്യമല്ലാത്ത രീതിയിൽ മലീമസമാണ് നമുക്കറിയാം. അതുകൊണ്ട് അവരുടെ വാചകങ്ങൾക്ക് വലിയ കാര്യമൊന്നുമില്ല. മറ്റൊന്ന്, അവർ ചില കാര്യങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. കോൺഗ്രസിനും പ്രതിപക്ഷത്തിനും ഒരു ആഗ്രഹമുണ്ട്. അതായത് നിരന്തരമായ പ്രശ്നങ്ങൾ, ഭരണഘടനാ പ്രതിസന്ധി, ആ പ്രതിസന്ധിയിലൂടെ ഇവിടെയൊന്നും നടക്കരുത്. അതാണല്ലോ അവരുടെ ഒരു പൊതു നയം. ഇപ്പോ ഇവിടെയൊന്നും നടക്കരുത്. ഇവിടെയെല്ലാം നടക്കുന്നുകൊണ്ടാണ്, ഇവിടെയെല്ലാം നടക്കാൻ ഇടതുപക്ഷമാണ് വേണ്ടത് എന്നുള്ളത് കൊണ്ടാണ് ജനങ്ങളുടെ ജീവിതത്തിലേക്ക് വികസനം കൃത്യമായി എത്തിയതും അവരുടെ ജീവിതത്തിൽ അത് പ്രതിഫലിച്ചും കൊണ്ടാണ് തുടർഭരണം ഉണ്ടായത്. അതുകൊണ്ട് ഇപ്പൊ കോൺഗ്രസിന്റെയും UDF-ന്റെയും പോളിസി ഇവിടെയൊന്നും നടക്കരുത്, ഒന്നും നടത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. ആരെല്ലാം നടത്താൻ എതിർപ്പ് നിൽക്കുന്നുണ്ടോ ആ എതിർപ്പ് നിൽക്കുന്ന ആളുകളുടെ ഒക്കെ കൂടെ ഞങ്ങൾ കൂടും. സജീഷ്, അതിന് ഞാനൊരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. ഒരു ക്ലാരിറ്റി വരുത്തിക്കോട്ടെ. അതായത് ഗവർണറുമായുള്ള ഫിക്ഷനിലൂടെ കേരളത്തിൽ പ്രതിസന്ധിയിലായ രണ്ട് കാര്യങ്ങൾ, ഒന്ന് സർവകലാശാല വൈസ് ചാൻസലർ നിയമനവും മറ്റൊന്ന് ഈ ലോകായുക്ത നിയമ ഭേദഗതിയുമാണ്. അതാണോ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഭരണ പ്രതിസന്ധി? അതായിരുന്നോ? എന്നതിന് ശേഷം നമുക്കാവാം. ഓക്കെ, ഞാൻ ആ വാചകം പൂർത്തീകരിക്കട്ടെ, എന്നിട്ട് പറയാം. ഞാൻ താങ്കൾ പറയുന്നത് കേൾക്കുന്നില്ല. അത് നമ്മുടെ സാങ്കേതിക പ്രശ്നം കൂടി ഉള്ളത് കൊണ്ടാണ്. ഞാനേതായാലും പറഞ്ഞു പൂർത്തീകരിക്കും സജീഷ്, പറഞ്ഞോളൂ. അതായത് അപ്പോ ഞാൻ പറഞ്ഞു വന്നതിന്റെ ഇടയിലാണ് താങ്കളുടെ ഇതാണ് ഒരു ചർച്ചയ്ക്ക് അലോസരം സൃഷ്ടിക്കുക എന്ന് പറയുന്ന ഒരു രീതി. അതാണ് ഒന്ന്. ഇങ്ങനെ വരുമ്പോ ഇങ്ങനെ ഏതെങ്കിലും രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് സ്വപ്നം കാണുന്നുണ്ട് പ്രതിപക്ഷം. അത് പ്രത്യേകിച്ച് മറ്റെന്തെങ്കിലും താല്പര്യമുള്ളത് കൊണ്ടല്ല, BJP-യോടോ കേന്ദ്ര സർക്കാരിനോടോ ഉള്ള താല്പര്യം കൊണ്ടൊന്നുമല്ല. അത് അവരെവിടെയും കാട്ടിയിട്ടൊന്നുമില്ല. ഈ കേരളത്തിൽ അത് കൃത്യമായി കാണിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. പൗരത്വ നിയമ ഭേദഗതി ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ ഗവർണർ പ്രതികരിച്ചു. ഇതുപോലെ നയപ്രഖ്യാപനത്തിൽ പങ്കെടുക്കില്ല, ഞാനത് വായിക്കില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കൃത്യമായി സ്വന്തം വായ കൊണ്ട് തന്നെ വായിപ്പിച്ചിട്ടുണ്ടല്ലോ കേരളത്തിലെ നിയമസഭയിൽ. അതും ഈ ഗവൺമെന്റ് തന്നെയാണ് എന്ന് മറക്കണ്ട. എന്നാൽ മറ്റു കോൺഗ്രസ് ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിൽ അതേ ഉണ്ടായിട്ടില്ല എന്നുള്ളത് മറ്റൊരു വസ്തുതയാണ്. ഇവർ തലയിൽ വെച്ചുകൊണ്ട് കടന്ന ഗവർണർ പോട്ടെ, മുഖ്യമന്ത്രി പോലും ഇപ്പൊ BJP-യുടെ പക്ഷത്താണ് പഞ്ചാബിലൊക്കെ. അതൊക്കെ നമ്മുടെ മുന്നിലെ അനുഭവമാണ്. അതുകൊണ്ട് കോൺഗ്രസ് അധികം പറയേണ്ട കാര്യമില്ല. ഇവിടെ നയപ്രഖ്യാപനം അദ്ദേഹം ഒപ്പുവെക്കുന്നുണ്ട്, പ്രഖ്യാപിക്കുന്നു. കേന്ദ്രത്തിനെതിരായുള്ള വിമർശനം, അതിൽ കൃത്യമായി ഗവൺമെന്റ് വിമർശനം അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ബഡ്ജറ്റ് നടക്കണം, അതുപോലെ തന്നെ വോട്ടെണ്ണക്കണ്ട് നടക്കണം, മറ്റ് ദൈനംദിനമായ കാര്യങ്ങൾ നടക്കണം, കേരളത്തിന്റെ സുഗമമായ വികസന പ്രവർത്തനങ്ങളും നടക്കണം. ഇത് ഗവർണർ പദവി എന്ന് പറയുമ്പോൾ വേണമെങ്കിൽ ഒരു ഉദാഹരണമായി നമുക്ക് പറയാവുന്നത്, ഒരു മന്ത്രിസഭ എന്ന് പറയുന്നത് ഒരു കയ്യൊപ്പാണ്, ഗവർണർ എന്ന് പറയുന്നത് സീലാണ്. കയ്യൊപ്പ് ജൈവികമായി ചെയ്യേണ്ട പ്രവൃത്തിയാണ്. അതിനാണ് ജൈവികമായി തന്നെ തെരഞ്ഞെടുക്കപ്പെടുന്നത്. അതിന്റെ മുകളിൽ വെക്കുന്ന സീൽ ആർക്കും എടുത്തു വെക്കാം. അതിനീ പറഞ്ഞ 157 സ്റ്റാഫിനെയും വെച്ച് ഒരാൾ ഇരിക്കേണ്ട കാര്യമൊന്നുമില്ല. ആ പദവി തന്നെ ആവശ്യമില്ല. അപ്പോ ആ രീതിയിൽ ആണ് ഇതിനെ കാണേണ്ടത്. അതല്ലാതെ ഇവരുടെ ചില താല്പര്യങ്ങൾക്കനുസരിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉടമ്പടി ഉണ്ട് എന്നൊക്കെ. അതൊക്കെ സ്വന്തം ശീലത്തിനാണ് സരിനെ. കോൺഗ്രസിന്റെ ശീലമാണ് ഉടമ്പടി ഉണ്ടാക്കൽ, അതിന്റെ ഉള്ളിൽ കൂടെ പ്രവർത്തിക്കൽ. അതൊക്കെ എങ്ങനെയാണല്ലോ.
ആദ്യം നിങ്ങൾ പോയി മറ്റുള്ളവരെയൊക്കെ തിരുത്തുന്നതിന് മുമ്പ് പോയി KPCC പ്രസിഡന്റ് ആണല്ലോ പറഞ്ഞത്. എനിക്ക് തോന്നി അങ്ങ് BJP പോകുന്നു. അദ്ദേഹം KPCC പ്രസിഡന്റ് ആയിരിക്കുന്ന കാലത്ത് ഈ കോൺഗ്രസ്സുകാർ പറയുന്ന കാര്യത്തിന് വല്ല വിലയും കൊടുക്കേണ്ടി പറ്റുമോ? നിങ്ങൾക്ക് ചില താല്പര്യങ്ങളുണ്ട്, ആ താല്പര്യങ്ങൾക്ക് അനുസരിച്ച് പ്രവർത്തിക്കാൻ ഇപ്പൊ സൗകര്യമില്ല. ഗവർണറെ വിമർശിക്കാനാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു മടിയുമില്ല. പൊളിറ്റിക്കലായ അതിശക്തമായ വിമർശനം തന്നെയാണ് ഉന്നയിച്ചത്. ഇനിയും പറയാം. ഒരു കാര്യം, അദ്ദേഹം ജീവനക്കാരുടെ കാര്യം പറഞ്ഞല്ലോ. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ കേരളത്തിൽ സന്ദർശിക്കുന്ന സമയത്ത് എത്ര പണമാണ്, നേരത്തെ ഏജൻസി ചോദിച്ചല്ലോ, ഈ AG ഈ ദൂർത്തിനെ കുറിച്ചൊക്കെ പറയുന്നു എന്ന്. അദ്ദേഹത്തിന്റെ ബന്ധുക്കൾ ഈ പുതുവത്സര ആഘോഷത്തിന്റെ ഭാഗമായിട്ട് 50 പേർ വന്നിട്ട് ഗസ്റ്റ് ഹൗസ് മുഴുവൻ അവർക്ക് വേണ്ടി കൊടുക്കേണ്ടി വന്നു. ലക്ഷക്കണക്കിന് രൂപ ചെലവഴിക്കേണ്ടി വന്നു. എല്ലാം കേരള സർക്കാരിന്റെ സാധാരണക്കാരന്റെ പണമല്ലേ? അപ്പൊ ധാർമ്മികതയില്ലേ? ആ വിമർശനങ്ങളൊക്കെ ഞങ്ങൾ മുന്നോട്ട് വെക്കുന്നു. ഏറ്റവും കൂടുതൽ പറയപ്പെടുന്നത് ആ വീട്ടിലൊരു ജനനം ഉണ്ടായിട്ട് ആ ജനന ചടങ്ങുകൾ നിർവഹിക്കാൻ വേണ്ടിയിട്ട് കുടുംബശ്രീ പ്രവർത്തകരെ വിളിച്ചു വരുത്തി എന്നുള്ള ആക്ഷേപം ഉൾപ്പെടെ കേൾക്കുന്നുണ്ട്. അപ്പൊ ഇതൊന്നും ഇങ്ങനെയൊക്കെ ആക്ഷേപം ഉന്നയിക്കാനും പറയാനും ഒക്കെ നല്ല ധൈര്യം ഞങ്ങൾക്കുണ്ട്. അതിലൊന്നും യാതൊരു പ്രശ്നവുമില്ല. പക്ഷെ നിങ്ങൾ സ്വപ്നം കാണുന്ന, നിങ്ങൾ വെച്ച വഴി കൂടി അങ്ങ് നടന്നു തരാന്ന് വെച്ചാൽ നടക്കില്ല. അത് കോൺഗ്രസിന്റെ സ്വപ്നം മാത്രമാണ്. ശരി സജീഷ്, ഞാൻ ഇതിലേക്ക് വരാൻ മുമ്പ് ശ്രീ സരിൻ, നിങ്ങൾ ശ്രമിക്കുന്നത് ഒരു നിമിഷം, നിങ്ങൾ ശ്രമിക്കുന്നത് BJP എതിർക്കാനല്ല, പകരം ഈ ഗവർണറെ എങ്ങനെയെങ്കിലും ഇളക്കി വിട്ട് ഇവിടെ ഒരു പ്രതിസന്ധി ഉണ്ടാക്കുക, ഭരണ പ്രതിസന്ധി ഉണ്ടാക്കുക എന്നുള്ളതാണ് നിങ്ങളുടെ ലക്ഷ്യമെന്നാണ് സജീഷിന്റെ ആരോപണം. അജിംസ്, വളരെ വ്യക്തമായിട്ട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ഗവർണറെ ഇളക്കി വിട്ട് ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക എന്നുള്ളത് കോൺഗ്രസിന്റെ ഉദ്ദേശമേ അല്ല. ഗവർണർ ഉണ്ടാക്കുന്നു എന്ന് പറയപ്പെടുന്ന പ്രശ്നങ്ങൾ ഇവിടെ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി നടക്കുന്ന നാടകങ്ങളാണെന്ന് ഈ ജനതയെ ബോധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കോൺഗ്രസ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതേ സജീഷ് തന്നെ ഞാനിത് ആവർത്തിച്ച് പറയുകയാണ്, ഒരു വർഷം കൂടി ഈ ഗവർണറെ ചിലപ്പോൾ സഹിക്കുമായിരിക്കും. കാരണം BJPയുടെ തിട്ടൂരങ്ങൾ, മാറി മാറി വരുന്ന തിട്ടൂരങ്ങൾക്ക് എത്രത്തോളം കുനിച്ചു കൊടുക്കേണ്ടി വരും തല എന്നുള്ളതിന് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റുകാരാണ് സജീഷ് അടക്കമുള്ളവരെങ്കിൽ അവരൊരു പരിധി നിശ്ചയിച്ചിട്ടുണ്ടാവുമല്ലോ. അവനവന്റെ നിലനിൽപ്പ് തന്നെ അപായപ്പെടുത്തും വിധം അത് വീണ്ടും വീണ്ടും കുനിക്കേണ്ടി വരുന്നു എന്നുള്ള സാഹചര്യം വരുമ്പോൾ, സജീഷ് നേരത്തെ പറഞ്ഞല്ലോ ഞങ്ങൾക്ക് അറിയാം എപ്പോഴാണ് പൊളിറ്റിക്കലായിട്ട് മാറേണ്ടതെന്ന്. ഒരു വർഷത്തിനുള്ളിൽ സജീഷിന്റെ സംഘടന തന്നെ ഗവർണറെ തിരിച്ചു വിളിക്കാൻ വേണ്ടി ചിലപ്പോൾ തെരുവിലിറങ്ങുന്ന നാടകവും നമ്മൾ കാണേണ്ടി വരും. അതും ഒരു നാടകമാണ്. അവിടെയാണ് രസം. ഇവിടെ നടക്കുന്നത് BJPയുടെ വ്യക്തമായിട്ടുള്ള ധാരണകൾ കേരളത്തിൽ നടപ്പിലാക്കാൻ പറ്റുന്ന ഒരു മെഷീനറിയെ സൃഷ്ടിക്കുക എന്നുള്ളതാണ്. കേരള സർക്കാർ പിരിച്ചുവിടുന്ന സ്വപ്ന സുരേഷിനെ അട്ടപ്പാടിയിലെ HRMS എന്ന് പറയുന്ന ഒരു NGO, വളരെ കൃത്യമായി BJPയുടെ ഫണ്ടിങ് വരുന്ന ഒരു NGO അവരുടെ ഗുഡ്വിൽ അംബാസിഡറായി എടുക്കുന്നു. CDS ചെയർപേഴ്സൺമാരുടെ തെരഞ്ഞെടുപ്പിൽ അട്ടപ്പാടിയിൽ BJP പ്രതിനിധികൾ ജയിച്ചു വരുന്നു. അവർ ഒഴുക്കുന്ന പണത്തിന്, അവർ ഒഴുക്കുന്ന കേരളത്തിലെ വേര് പിടിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള പുതിയ നടപടിക്രമങ്ങൾക്ക് എത്ര പറഞ്ഞാലും മനസ്സിലാകാൻ പറ്റാത്ത ബുദ്ധി ഇപ്പോഴും വെച്ചിട്ടില്ലാത്ത CPM താൽക്കാലിക ലാഭങ്ങൾക്ക് വേണ്ടി തലകുനിച്ച് കൊടുത്തുകൊണ്ടിരിക്കുന്നു. ഈ തലകുനിക്കൽ ഒരു നിമിഷം സരിൻ, ഇന്ന് കേസ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് എപ്പോഴാണ് വന്നത്? അല്ല ഞാൻ അല്ല സജീഷ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. സജീഷ് സംസാരിക്കുമ്പോൾ ഞാൻ ഇടപെട്ടില്ല. ഞാൻ കേട്ടിരിക്കുകയാണ് ചെയ്തത്. സജീഷ് പറയുന്നത് കേട്ടിരിക്കുകയും എനിക്ക് അവസരം വരുമ്പോഴാണ് ഞാൻ സംസാരിക്കുകയും ചെയ്തിരുന്നത്. KPCC പ്രസിഡന്റിനെ വിമർശിച്ച് എത്ര നാവായിരുന്നു? 1000 നാവായിരുന്നോ? ഈ ഉടമ്പടി എന്നുള്ള വാക്കിന്റെ അർത്ഥം ഞാൻ മനസ്സിലാക്കിപ്പിച്ചു തരാം. 1977 ജനതാ പാർട്ടിയും അതുപോലെ തന്നെ ജനസംഘവുമായി നിങ്ങളുടെ ഇപ്പോഴത്തെ മുഖ്യമന്ത്രി അന്ന് ഉണ്ടാക്കിയ സാധനത്തിന്റെ പേരാണ് ഉടമ്പടി. അദ്ദേഹം 45 കൊല്ലങ്ങൾക്ക് ഇപ്പോഴും ഉടമ്പടി എന്നുള്ള വാക്കിന്റെ അർത്ഥം അറിയില്ലെങ്കിൽ കൂടിയാണ് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം മത്സരിച്ചത്. ആ കരാറിന്റെ എക്സ്റ്റൻഷൻ മാത്രമാണ്, സ്വാഭാവികമായ ഒരു എക്സ്റ്റൻഷൻ മാത്രമാണ് കേരളത്തിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. മറ്റുള്ള കാര്യങ്ങൾ കൂടി മനസ്സിലാക്കും സാറിനെ. BJP ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇല്ലാതെയാകുന്ന കോൺഗ്രസിന്റെ സ്പേസിനെ നിങ്ങൾക്ക് രണ്ടുപേർക്കും വീതം വെച്ചെടുക്കാം എന്നുള്ള നിങ്ങളുടെ രാഷ്ട്രീയ ലൈനാണ് ഇവിടെ കേരളത്തിൽ തുടരുന്നത് എങ്കിൽ അതിനെതിരെ പ്രതിരോധിക്കാൻ, പ്രതികരിക്കാൻ കേരളത്തിലെ ജനങ്ങൾ സജ്ജരാണ് എന്നുള്ളത് നിങ്ങൾ വൈകാതെ മനസ്സിലാക്കും. ഈ നാടകങ്ങളൊക്കെ പൊള്ളിയുന്ന ഒരു ദിവസം വരും. ആ ദിവസം ഒരു വർഷത്തിനുള്ളിൽ സംഭവിക്കുമെന്ന് ഞാൻ ഇതാ പറയുന്നു. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, പ്രതിപക്ഷം ഇവിടെ ആരോപിക്കുന്നത് ഇതൊരു തരം നാടകവും ഒത്തുകളിയാണെന്നാണ്. പക്ഷേ
ഗവർണറുടെ പ്രതികരണം കാണുമ്പോൾ അങ്ങനെയല്ല തോന്നുന്നത്. ഗവർണർ നിരന്തരമായി ഒരാവശ്യവുമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ഒരാവശ്യവുമില്ലാതെ സർക്കാരിനെ ആക്രമിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ ഒരു ഉടമ്പടി ഉണ്ടെങ്കിൽ അങ്ങനെ ഒരു നാടകത്തിൻ്റെ ആവശ്യമുണ്ടോ? അങ്ങനെയാണോ ചെയ്യേണ്ടത്? എന്താണ് യഥാർത്ഥത്തിൽ നടക്കുന്നത്? ഈ ആരിഫ് മുഹമ്മദ് ഖാനെ കേരളത്തിന്റെ ഗവർണറായി നരേന്ദ്രമോദി അയക്കുന്നതിന് കൃത്യമായ ലക്ഷ്യങ്ങളുണ്ട്. BJPയുടെ നോട്ടത്തിൽ ആരിഫ് മുഹമ്മദ് ഖാൻ അവരുടെ കാഴ്ചപ്പാടിൽ ഒരു ഗുഡ് മുസ്ലിം, നല്ല മുസ്ലിമാണ്. അതായത് BJPയുടെ ഹിന്ദുത്വ സംഘടനകളുടെ ഒരു ഡെഫിനിഷൻ, നിർവചനത്തിൽ അദ്ദേഹം ഒരു ഗുഡ് മുസ്ലിമാണ്. കാരണം അവരുടെ കാര്യങ്ങൾ, അതായത് അവരുടെ രാഷ്ട്രീയ തീരുമാനങ്ങൾക്കൊക്കെ ഓശാന പാടുന്ന ഒരു മുസ്ലിം നാമധാരിയായ ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള ഒരു ആൾ എന്ന നിലയ്ക്ക് ആരിഫ് മുഹമ്മദ് ഖാൻ അവർക്ക് വളരെ വിലപ്പെട്ട ഒരു ആളാണ്. അദ്ദേഹം കരുതുന്നത് അദ്ദേഹം ഭാവിയിൽ ഇന്ത്യൻ രാഷ്ട്രപതിയാകും എന്നൊക്കെയാണ്. അതൊക്കെ അവിടെ ഇരിക്കട്ടെ. പക്ഷെ അദ്ദേഹത്തിന് താൽക്കാലികമായി ഇപ്പോഴുള്ള ചുമതല കേരളത്തിൽ വന്ന് ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുക, പിന്നെ ഇനി ഭാവിയിൽ BJP ഒരു ഏക സിവിൽ കോഡ് കൊണ്ടുവരാൻ പ്ലാൻ ഇട്ടിട്ടുണ്ട്. അത് കൊണ്ടുവരുമ്പോൾ കേരളത്തിൽ ഇതുപോലെയുള്ള ഇപ്പോൾ ഈ ഹിജാബ് വിഷയത്തിൽ അദ്ദേഹം ദില്ലിയിൽ ചെന്ന് പല ദേശീയ മാധ്യമങ്ങളിലും ഇന്റർവ്യൂ കൊടുക്കുന്നത് പോലെ ഉള്ള പ്രസ്താവനകളൊക്കെ ഇറക്കി കൺഫ്യൂഷൻ സൃഷ്ടിക്കുക എന്ന് തുടങ്ങിയുള്ള അദ്ദേഹത്തിനൊരു ഇപ്പോൾ ഈ കേരളത്തിലെ പോലീസുകാരൊക്കെ ഉണ്ടല്ലോ, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് എന്താണോ അത് പ്രകടിപ്പിക്കുന്നത് പോലെ നരേന്ദ്രമോദിയുടെ മനസ്സിലെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രതികരിക്കുക എന്നുള്ളതാണ് ആരിഫ് മുഹമ്മദ് ഖാന്റെ ചുമതല. പക്ഷേ പിണറായി വിജയനും CPM ഇവിടെ കേരളത്തിൽ ചെയ്തതെന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തെ കയ്യിലെടുത്ത് കുറെ കാര്യങ്ങൾ കുറെയൊക്കെ അദ്ദേഹത്തെ സ്വാധീനിക്കാൻ കേരള സർക്കാരിന് കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കേരള സർക്കാരിന്റെ പല ഇംഗിതങ്ങൾക്കും അദ്ദേഹം വഴങ്ങുന്നതും. പലപ്പോഴും ഇപ്പൊ ആരിഫ് മുഹമ്മദ് ഖാന്റെ കാര്യം എടുത്താൽ അത് കേരളത്തിലെ BJPക്ക് അല്ല വഴങ്ങുന്നത്, അദ്ദേഹം കേന്ദ്രത്തിലെ BJPയുമായിട്ടാണ് ആശയവിനിമയം നടത്തുന്നത്. കേരളത്തിലെ BJPക്ക് അദ്ദേഹത്തിൽ തീരെ സ്വാധീനമില്ല. ഇനിയിപ്പോൾ ഹരിയസ് കർത്തയൊക്കെ വന്നപ്പോൾ ആ കാര്യം മാറുമായിരിക്കും. പക്ഷെ ഇപ്പോഴത്തെ അവസ്ഥയിൽ അദ്ദേഹം കേന്ദ്രത്തിലെ BJPയുടെ ഇംഗിതങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ കേരളത്തിലെ സർക്കാർ, പിണറായി വിജയൻ പ്രത്യേകിച്ചും അദ്ദേഹമായി ഒരു പാലമിടുകയും നല്ലൊരു ബന്ധം സ്ഥാപിക്കുകയും അതുകൊണ്ട് തന്നെ പല സർക്കാരിന്റെ പല ആവശ്യങ്ങളും അദ്ദേഹം നേടിയെടുക്കാനും ഒക്കെ കഴിയുന്നു. ഒരു നല്ല ബന്ധം തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. സർക്കാരും ഗവർണറും എപ്പോഴും നല്ലൊരു ബന്ധത്തിൽ തന്നെ ഉണ്ടാകണം. അങ്ങനെ ഒരു പ്രശ്നം ഇല്ലാത്ത ഒരു ഘട്ടത്തിലാണ് പെട്ടെന്ന് അദ്ദേഹം പ്രസിഡന്റ് ഇവിടെ കേരളത്തിൽ കാസർഗോഡ് വരുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഡീലിറ്റ് കൊടുക്കണമെന്ന് ഒരു നിബന്ധന വെക്കുകയും കേരള യൂണിവേഴ്സിറ്റിയുടെ വൈസ് ചാൻസലർ അത് സിൻഡിക്കേറ്റിന് വിടാതെ നേരെ സർക്കാരിലേക്ക് വിടുകയും സർക്കാർ ഒരു തീരുമാനമെടുക്കുകയും ഈ പ്രശ്നങ്ങൾക്ക് ഈ ഒരു പ്രശ്നമില്ലാത്ത സ്ഥലത്ത് പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുകയും പിന്നെ അത് കേരള കണ്ണൂർ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലറുടെ കാര്യത്തിലേക്ക് പോകുകയും പിന്നെ ഇപ്പോൾ ഇതുപോലെ ബന്ധപ്പെട്ട് ഓരോ പ്രശ്നങ്ങളായി ഈ കഴിഞ്ഞ 2 മാസത്തിൽ നടക്കുന്ന പ്രശ്നങ്ങളെല്ലാം ആ സർക്കാരും ഗവർണറുമായി ഉണ്ടായിരുന്ന ഒരു നല്ല ഇക്വേഷനെ പെട്ടെന്ന് ഈ പ്രസിഡന്റിന് ഒരു ഡീലിറ്റ് കൊടുക്കുന്നതുമായുള്ള തർക്ക വഴി ഇങ്ങനെ പുറത്തേക്ക് വരുന്നതാണ്. അദ്ദേഹത്തിന് സ്ഥായിയായിട്ടുള്ള ഒരു സ്ഥിരതയില്ലാത്തൊരു വ്യക്തിത്വമായതുകൊണ്ട് തന്നെ പലപ്പോഴും അദ്ദേഹത്തിന്റെ ആ ദൗത്യം, അതായത് BJP അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ആ ദൗത്യം മറന്നുപോവുകയും കേരളത്തിലെ സർക്കാരുമായി അദ്ദേഹം ചില കൊടുക്കൽ വാങ്ങലുകളിലേക്കൊക്കെ ഏർപ്പെടുകയും ചെയ്യുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇപ്പോൾ ഇങ്ങനെയുള്ള ഒരു വിവാദ പുരുഷനായി മാറിയിരിക്കുന്നത്. അദ്ദേഹം വീണ്ടും BJPയുടെ കളിപ്പാവയായി മാറി ഇനിയിപ്പോൾ കേരള സർക്കാരുമായി ഏറ്റുമുട്ടി അദ്ദേഹത്തിന്റെ ദൗത്യത്തിലേക്ക് തിരിച്ചു പോവുക തന്നെയാണ് ഉണ്ടാകുക എന്നാണ് എനിക്ക് തോന്നുന്നത്. എന്റെ ഹംബിൾ സബ്മിഷൻ ഇതാണ്. കേരള സർക്കാർ ഇദ്ദേഹത്തെ പ്രീണിപ്പിക്കുന്നതിന് പകരം ഇദ്ദേഹം ഒരു മൃദുസംഖ്യയാണെങ്കിൽ ഇദ്ദേഹത്തെക്കാൾ കട്ടസംഖ്യയായിട്ടുള്ള ഒരാൾ വന്നാലും കേരള സർക്കാരിന് ഒന്നും സംഭവിക്കാനില്ല. ഇപ്പോൾ സ്റ്റാലിൻ ചെയ്യുന്നത് എന്താണ്, മമതാ ബാനർജി ചെയ്യുന്നത് എന്താണ്, ഉദ്ധവ് ഠാക്കറെ ചെയ്യുന്നത് എന്താണ്? അവരൊക്കെ ഗവർണർമാരുമായിട്ട് നിത്യമായി സംഘർഷത്തിൽ ഏർപ്പെടുകയാണ്. ചെറിയ 1-2 ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഗവർണറെ ഉപയോഗിക്കുന്നതിന് പകരം ഗവർണറുമായി സന്ധിയില്ലാത്ത സമരത്തിൽ ഏർപ്പെടുന്നതായിരിക്കും കേരള സർക്കാരിനും പിണറായി വിജയനും യശസ് കൂട്ടുന്ന ഒരു കാര്യമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇക്കാര്യത്തിൽ. ശരി, ശ്രീ SK സജീഷ്, അതായത് മമതയും ഉദ്ധവ് താക്കറെയും സ്റ്റാലിനും ചെയ്യുന്ന ഒരു കാര്യം ഫെഡറലിസത്തിന് വേണ്ടി CPMന് ചെയ്യാൻ കഴിയുന്നില്ല, മുഖ്യമന്ത്രി പിണറായി വിജയന് ചെയ്യാൻ കഴിയുന്നില്ല. അതിന് പല ന്യായീകരണങ്ങൾ കാണാം. ഒരുപക്ഷെ തമിഴ്നാടോ ബംഗാളോ മഹാരാഷ്ട്രയോ പോലെ ഒരു ശക്തമായ സാമ്പത്തിക അടിത്തറയുള്ള സംസ്ഥാനമല്ല കേരളം. കേന്ദ്രം നമുക്ക് ഉടക്കുവച്ചാൽ ഒരുപക്ഷെ നമുക്ക് പല വികസന പദ്ധതികൾ നടപ്പാക്കാൻ കഴിയാതെ വരും. നമ്മുടെ ദേശീയപാത വികസനം കേരളയിലൊക്കെ നടപ്പാക്കാൻ കഴിയാതെ വരും. അങ്ങനെ ഒരു ഭയം കൊണ്ട്, ഒരു ആശങ്ക കൊണ്ടാണോ പരമാവധി സംയമനത്തിൻ്റെ പാത സ്വീകരിക്കുന്നത് ഗവർണർ പരിധി വിടുമ്പോൾ പോലും? അതല്ല, ഈ ഫെഡറലിസം ഉയർത്തിയുള്ള രാഷ്ട്രീയ നിലപാട് CPMന്റെ പ്രഖ്യാപിത നിലപാടാണത്. അത് തൽക്കാലം മാറ്റിവെക്കാൻ തീരുമാനിക്കാൻ മറ്റു വല്ല കാരണവുമുണ്ടോ?
കാരണം നിങ്ങൾ എന്തെല്ലാം വ്യാഖ്യാനങ്ങൾ നിങ്ങളുടേതായ അർത്ഥത്തിൽ നിങ്ങൾ നടത്തിക്കോളൂ. അതിന് നമുക്കിവിടെ മറ്റു പ്രയാസമൊന്നുമില്ല. പക്ഷേ കേരളത്തിലെ ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത് ഭരണഘടനാപരമായിട്ടാണ്. കേരളത്തിന്റെ ഗവർണർ ഭരണഘടനയെ മറന്ന് പ്രവർത്തിച്ചാൽ ഗവൺമെന്റിന് അത് സാധ്യമല്ല. ഗവൺമെന്റായ രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ യാതൊരു രീതിയിലുള്ള കോംപ്രമൈസിന്റെ പ്രശ്നം വരുന്നില്ല. ഗവൺമെന്റിന്റെ ദൈനംദിന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുന്ന നിലയിലേക്ക് ആര് പ്രവർത്തിച്ചാലും ശക്തമായ നിലപാട് സ്വീകരിച്ചു പോകും. കോംപ്രമൈസ് ചെയ്തില്ല എന്ന് പറയാൻ കഴിയില്ല സജീഷ്. ജ്യോതിലാലിനെ എന്തിനു മാറ്റിയതിന് ഉത്തരം പറയേണ്ടതുണ്ട് CPM-ഉം സർക്കാരും. ഒരു ദൈനംദിന പ്രവർത്തനത്തിലും ഇവിടെ തടസ്സം വന്നിട്ടില്ല. ഇവിടെ ബജറ്റ് അവതരിപ്പിക്കുന്നു, ഇവിടെ നിയമസഭാ സമ്മേളനങ്ങൾ ചേരുന്നു, എല്ലാ കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് ചില പ്രസ്താവനകളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കും. അത്തരം പ്രശ്നങ്ങളുടെയും പ്രസ്താവനകളുടെയും എല്ലാം പുറകെ പോയി ഗവൺമെന്റ് ചുമതല അതിന്റെ പുറകെ പോലല്ല. എന്നാൽ പൊളിറ്റിക്കലായി ആ ചുമതല നമ്മൾ നിർവഹിച്ചു പോകുന്നുണ്ട്. ആ പൊളിറ്റിക്കൽ ചുമതല നിർവഹിച്ചുകൊണ്ട് തന്നെ അതിശക്തമായ വിമർശനത്തിലൂടെ തന്നെ ഈ കാര്യങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. നേരത്തെ ഒരു ഘട്ടം വന്നപ്പോ, പൗരത്വ ഭേദഗതി നിയമത്തിന്റെ ഒരു ഘട്ടം വന്നപ്പോ മുഖ്യമന്ത്രി തന്നെ വളരെ കൃത്യമായി പറഞ്ഞു, ഈ കേരളത്തിലെ സർക്കാരിന്റെ മുകളിൽ ഒരു റെസിഡന്റ് ഭരണവും അനുവദിക്കാൻ വേണ്ടി പോകുന്നില്ല, ഭരണഘടന പഠിക്കണം. ഗവർണറോട് കൃത്യമായി ഏത് മുഖ്യമന്ത്രിയെ പറഞ്ഞത്? ഭരണഘടന പഠിക്കുക, ആ പുസ്തകം എടുത്തൊന്ന് വായിച്ചിട്ട് വന്നിരിക്കുക എന്ന് പറഞ്ഞില്ലേ? അങ്ങനെ പറയേണ്ടടുത്ത് അങ്ങനെയും പറഞ്ഞിട്ടുണ്ട്. അത് പറഞ്ഞപ്പോ തന്നെയാണ് നിയമസഭയിൽ കേരളത്തിന്റെ അഭിപ്രായ വ്യത്യാസമുള്ള ഭാഗം പൗരത്വ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വായിക്കില്ല. എന്തെല്ലായിരുന്നു ഈ മാധ്യമങ്ങളെല്ലാം ചർച്ച ചെയ്തത്? അദ്ദേഹം വായിക്കില്ല, വായിക്കാതെ വിടും. അദ്ദേഹം കൃത്യമായി വായിച്ചിട്ട് തന്നെയാ പോയത്. അത് നിലപാടാണ്. ആ നിലപാട് എടുപ്പിക്കും, ഇനി തുടർന്നും അങ്ങനെ എടുപ്പിക്കും. എന്നാൽ ഇവിടെ കോൺഗ്രസിന്റെ UDF-ന്റെ ദുഷ്ടബുദ്ധിയെ കാണാതെ പോകരുത്. അവർക്ക് ഈ കേരളത്തിൽ ഒന്നും നടക്കാൻ വേണ്ടി പാടില്ല, ഒന്നും നടക്കരുത്. ഏതാണ്ട് അവരെ കാലഘട്ടം പോലെ തന്നെ ഒന്നും നടക്കാത്തൊരു സംസ്ഥാനമായി എപ്പോഴും തർക്കങ്ങളും പ്രതിസന്ധികളും ഭരണഘടനാ പ്രശ്നങ്ങളും എല്ലാമായി ഈ കൂട്ടവും വഴക്കവും എല്ലാമായി കേരളം ഇങ്ങനെ അങ്ങ് പോകണം. അതാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യത്തിന് നിന്ന് കൊടുക്കാൻ അതൊരു അനീതികരമായ പ്രസ്താവനയായി തോന്നില്ല. ഇന്നലെ അസംബ്ലി നയപ്രഖ്യാപന പ്രസംഗത്തിൽ CM-നെതിരെ അല്ല മുദ്രാവാക്യം വിളിച്ചത് പ്രതിപക്ഷം, ഗവർണർ ഗോ ബാക്ക് എന്നാണ്. അപ്പോൾ അതിന്റെ ഒരു രാഷ്ട്രീയ കൃത്യത നിങ്ങൾക്ക് മനസ്സിലാവാത്തത് എന്തുകൊണ്ടാണ്? പ്രതിപക്ഷം എന്ത് മുദ്രാവാക്യവും വിളിക്കട്ടെ, അവരെ അല്ലാതെ എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും? അവർക്കിപ്പോ അവരിവിടെ ഉണ്ട് എന്ന്, ഗവർണറും പ്രതിപക്ഷവും ഒരേ അവസ്ഥയിലാണ് കേരളത്തിൽ. അതാണ് പ്രശ്നം. ഞാനിവിടെ ഉണ്ട് എന്ന് ഗവർണർക്ക് തന്റെ യജമാനന്മാരെ ബോധ്യപ്പെടുത്തണം. അതിനു വേണ്ടിയിട്ടുള്ള ഒച്ചപ്പാടും ബഹളവും എല്ലാം അദ്ദേഹം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ, ഞങ്ങൾ ഇവിടെയൊക്കെ ഉണ്ട് എന്ന് ബോധ്യപ്പെടുത്താൻ ഒരു കൂട്ടരായി UDF നിൽക്കുന്നു. അവരുടെ ജനകീയ പിന്തുണയെല്ലാം നിങ്ങൾക്കും മിണ്ടാതിരുന്നുകൂടെ? സർക്കാരും ഗവർണറും തമ്മിലുള്ള പ്രശ്നം അവർ തീർത്തോളും. നിങ്ങൾ എന്തിനാണ് ഇതിനിടയിൽ ഒച്ച വയ്ക്കുന്നത്? നിങ്ങളുടെ സാന്നിധ്യം അറിയിക്കാനാണോ എന്നാണ് സജീഷ് ചോദിക്കുന്നത്. സരിൻ, സരിൻ കേൾക്കുന്നുണ്ടോ? റൈറ്റ്, ഞാൻ സരിലേക്ക് വരാം. ശ്രീ ആനന്ദ് കൊച്ചുകൂടി, ഇത് ഇങ്ങനെ ഒരു കൊണ്ടും കൊടുത്തും ഈ ഒരു ടൈം അങ്ങ് പോകും എന്നാണോ ഗവർണറും സർക്കാരും തമ്മിൽ? അതല്ല, ഇവിടെ സരിനൊക്കെ ആരോപിക്കുന്ന പോലെ ഇതൊരു അണിയറയിലെ പ്രവർത്തനമായി ആനന്ദിന് തോന്നുന്നുണ്ടോ? ഇതിൽ അണിയറയിൽ പ്രവർത്തനങ്ങളൊക്കെ നടക്കുന്നുണ്ട്. ഇപ്പോൾ പല കാര്യങ്ങളിലും മുഖ്യമന്ത്രിയും ഗവർണറും ആയി ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ട്. അവർ നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ, പല കാര്യങ്ങളിലും ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ പോകുന്നുണ്ട്. അത് കേരളത്തിന് നല്ലതാണോ എന്ന് ചോദിച്ചാൽ നല്ലതാണ്. ഗവർണർ അദ്ദേഹത്തിന്റെ ദൗത്യം മറന്ന് ഇങ്ങനെ പ്രവർത്തിക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു സ്ഥിരതയില്ലായ്മയുടെ ഒരു ഫലമായിട്ടാണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. കാരണം അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സ്ഥിരതയില്ലാത്ത, ഒരു ഇന്റഗ്രിറ്റി ഇല്ലാത്ത, ഒരു അവസരവാദിയായിട്ടുള്ള ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം. ഈ അദ്ദേഹത്തിന്റെ അധികാരവും അവസരവാദവുമാണ് അദ്ദേഹത്തിന്റെ മുഖമുദ്ര. പണ്ട് തൊട്ടേയുള്ള അദ്ദേഹത്തിന്റെ ചരിത്രം അതാണ്. അപ്പോൾ അദ്ദേഹത്തിന് കേന്ദ്രത്തിൽ BJP കൊടുത്തിരിക്കുന്ന അദ്ദേഹത്തിന്റെ ദൗത്യം മറന്ന് അദ്ദേഹം പലപ്പോഴും കേരളത്തിൽ വന്നൊരു അദ്ദേഹത്തിന്റെ പല പ്രകടനങ്ങൾ കാണാറില്ല. ഒരു മുണ്ടൊക്കെ എടുത്ത് അദ്ദേഹം ഈ ഒരു ഗവർണർ സ്ഥാനം അദ്ദേഹം വളരെ എൻജോയ് ചെയ്യുന്നു. അദ്ദേഹം വളരെ ഭ്രമിച്ച്, അതിൽ അഭിരമിച്ച് അദ്ദേഹം ഒരു വലിയ ഒരു ചെറിയ കുട്ടിക്ക് ഒരു വലിയ ഒരു കളിപ്പാട്ടം കിട്ടുന്നത് പോലെ അദ്ദേഹം കൊണ്ടു നടക്കുകയാണ്.
അദ്ദേഹവും സർക്കാരുമായുള്ള ഈ പ്രശ്നം എനിക്ക് തോന്നുന്നത് സർക്കാരിന് പരിഹരിക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി അദ്ദേഹത്തെ അമേരിക്കയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് ദുബായ് വഴി വന്നപ്പോൾ നേരിട്ട് അതേ രാത്രി ഒരു ഞായറാഴ്ചയാണ്, അന്ന് 6 മണിയൊക്കെ അദ്ദേഹം തിരുവനന്തപുരത്ത് ലാൻഡ് ചെയ്യുന്നു, നേരെ ഗവർണറുടെ അടുത്ത് പോയി ചർച്ച ചെയ്യുന്നു. അതിനപ്പുറം ഈ ലോകായുക്തയുമായിട്ടുള്ള ലോകായുക്ത ഓർഡിനൻസിൽ ഗവർണർ ഒപ്പിടുന്നു. അദ്ദേഹത്തിന് വേണമെങ്കിൽ തിരിച്ചയക്കാമായിരുന്നു. തിരിച്ചയച്ച CPI മന്ത്രിമാർ അപ്പോൾ അദ്ദേഹത്തിന് അവിടെ ഒരു പ്രശ്നം ഉണ്ടാക്കുമായിരുന്നു. അതെല്ലാം അദ്ദേഹം പരിഹരിച്ച് സർക്കാരുമായിട്ട് പല കാര്യങ്ങളും അദ്ദേഹം നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ്ങിലാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പിണറായി വിജയൻ ഇദ്ദേഹവുമായി വീണ്ടും ഒരു സന്ധിയിലൊക്കെ ഏർപ്പെടും എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഇപ്പോൾ ഗവർണറെ സർക്കാർ എത്ര കാലം മേരിക്ക് മുന്നോട്ട് പോകുമെന്നുള്ളൊരു ചോദ്യം കൂടി അവശേഷിക്കുകയാണ്. വളരെ നന്ദി ശ്രീ SK സജീഷ്, P. സരീൻ, ആനന്ദ് കൊച്ചുടി ഇത്രയും സംസാരിച്ചതിന്. ഒരു ഇടവേള.